ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ജെഇ മെയിൻസിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെഇ എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഇനിയും വളരെ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. നമ്മളോട് നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് റെക്കമെൻഡേഷൻസ്, പല കാര്യങ്ങളും ഒരു സജഷൻസ് പറയാറുണ്ട്. മാക്സിമം കുട്ടികൾ പറയുന്നത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ വരുന്ന മാർച്ചിലേക്ക്, ഈ വരാൻ പോകുന്ന മാർച്ചിലേക്ക് റൈറ്റ് നൗ +2 പഠിക്കുന്ന കുട്ടികളുടെ ബോർഡ് എക്സാമിന് ശേഷം ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആക്ച്വലി വിചാരിച്ചിരുന്നത് അതുവരെ ജനറൽ കണ്ടന്റുകളും അതേപോലെ കുട്ടികൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, പിന്നെ MCQ ഡിസ്കഷൻ ഒക്കെ കൊടുത്തു പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാനിങ്. പക്ഷെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു വൺ ഷോട്ട് സീരീസ് എന്ന് പറയുന്ന രീതിയിൽ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു 3-4 മണിക്കൂറിന്റെ വീഡിയോയിൽ നിർത്തിക്കൊണ്ട് ഒരു ചാപ്റ്റർ തീർത്തു തരാവുന്ന രീതിയിൽ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള കുറെ സജഷൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വൺ ഷോട്ട് സീരീസ് എന്ന് പറയുന്ന ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് നൗ അപ്പൊ നമ്മൾ അന്നേരം ആലോചിച്ചിരുന്നു ഇത് ഏത് സമയത്ത് എന്നാ ഒന്ന് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ഡേറ്റ് വേണമല്ലോ എന്ന് കാത്തിരുന്നപ്പോഴാണ് റിപ്പബ്ലിക് ഡേ നമ്മളിലേക്ക് എത്തിയത്. 76ാമത് റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. സോ മക്കളെ, എല്ലാ ഇന്ത്യക്കാർക്കും എന്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും വൺസ് അഗെയിൻ റിപ്പബ്ലിക് ഡേ വിഷസ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഈ ദിവസം നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കാം. സോ ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ കൂടുക. നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിനു മുമ്പ് നമ്മൾ പല സീരീസുകൾ, ബൂസ്റ്റർ സീരീസ്, 1 at a time എന്നൊക്കെ പറഞ്ഞ സീരീസിൽ കണ്ടന്റുകളൊക്കെ ഇട്ടു. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഈ വൺ ഷോട്ട് സീരീസിന്റെ പ്രത്യേകത അത് വേറൊന്നുമല്ല. ഈ വൺ ഷോട്ട് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ ജാനുവരി 26-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വൺ ഷോട്ട് സീരീസ് നമ്മൾ പയ്യനെ ഇങ്ങനെ ഓരോ ദിവസം ഡേ ബൈ ഡേ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ പല ചാപ്റ്ററുകളിലൂടെ കടന്ന് +2 പാർട്ട് 1-ൽ കൂടെയും +1 പാർട്ട് 1-ൽ കൂടെയൊക്കെ കടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ക്രാഷ് കോഴ്സിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വൺ ഷോട്ട് സീരീസിൽ നിന്ന് നേരെ ക്രാഷ് കോഴ്സിലേക്ക് കയറി നിങ്ങളുടെ 28 ചാപ്റ്ററും പഠിച്ച് മെയ് 4 നീറ്റ് എക്സാം എഴുതാൻ നിങ്ങൾ പോകും. സോ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുകയാണ്, ഫിസിക്സ് ബുദ്ധിമുട്ടുന്ന, ഫിസിക്സിൽ കുറച്ചുകൂടെ സ്കോർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ലോഞ്ച് ചെയ്യേണ്ട, നമ്മുടെ ചാനലിലോട്ട് ജോയിൻ ചെയ്യുക. സോ മക്കളെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുകയാണ്. ക്ലാസ് തുടങ്ങിയാൽ പിന്നെ കത്തിയടിയോ കാര്യങ്ങളോ തമാശ പറച്ചിലോ ഉണ്ടാവുകയില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അവസാന സമയ പ്രിപ്പറേഷൻ ആണ്. ബട്ട് സ്റ്റിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ കോഴ്സ് എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം അത് പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടില്ല. കാര്യം നിങ്ങൾ റൈറ്റ് നൗ നിങ്ങളിൽ പല ആൾക്കാരും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. നിങ്ങൾ അവിടുത്തെ ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടെന്നല്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതുകൂടി ഈ കൂട്ടത്തിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഫിസിക്സിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശ പ്ലാൻ ആണ്. ഉറപ്പായിട്ടും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇതാണ് അതിന്റെ ഒരു സ്കെലട്ടൺ. ഒരു ഓൺ ആൻ ആവറേജ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ഇന്ന് നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നത് പല ഡേറ്റിലാവാം. പക്ഷെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജാനുവരി 26-നാണ്. ജാനുവരി 26-ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഡേ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യില്ല. തൊട്ടടുത്തിടെ, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ 26-ന് ഒരു വീഡിയോ വീണാൽ പിന്നെ 27-ന് വീഡിയോ കാണത്തില്ല. 28-ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പാർട്ട് 2, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പാർട്ട് 2, അതായത് ഓരോ ചാപ്റ്ററിനെയും മിനിമം നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആക്ച്വലി നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു ചാപ്റ്റർ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എടുക്കാം. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സ്ട്രെച്ചിൽ അങ്ങ് എടുക്കാൻ പറ്റും. നോർമലി ക്രാഷ് കോഴ്സുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഒരു ചാപ്റ്റർ 2-2.5 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് തീർത്തിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച്, നമ്മൾ ഇപ്പം മാർച്ചിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. നമ്മൾ ജാനുവരിയുടെ എൻഡിങ് അല്ലെങ്കിൽ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഒരു ചാപ്റ്റർ മിനിമം 4 to 5 hours കൊടുക്കാം. ഡിപ്പെൻസ്, അത് ചാപ്റ്ററിന്റെ ലെങ്തും അതിൽ വരുന്ന ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടിയും നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും ഒരു 4 മണിക്കൂർ ആവറേജ് കൂട്ടിയാൽ നമ്മൾ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഓരോ പാർട്ടും മിനിമം
ഒരു 2 മണിക്കൂർ ഈസി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. ഒരു കാരണം അത്. രണ്ടാമത്തെ കാരണം ഈ സ്പ്ലിറ്റപ്പ് നടത്തേണ്ട വേറൊരു റീസൺ, അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ MCQs കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഈ ഒരു 1 ഷോട്ട് സീരീസ് പ്ലസ് നമ്മുടെ ക്രാഷ് കോഴ്സ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഈ 1 ഷോട്ട് സീരീസ് ക്രാഷ് കോഴ്സ് എന്നൊക്കെ കേൾക്കുമ്പം നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഇതിന് വല്ല ഫീസും ഉണ്ടാവുമോ? ജനറലി ഫീസ് വാങ്ങിയായിരിക്കും പലരും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ഫീസ് വാങ്ങുന്നില്ല. ഫീസ് വേണ്ട. കാര്യം ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാം, നമ്മളെ സംബന്ധിച്ച് റൈറ്റ് നൗ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ ഞങ്ങളാലാവുന്ന അങ്ങേയറ്റം ഹെൽപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് ഫോക്കസ്. ടു ബി ഫ്രാങ്ക്, വളരെ ഓപ്പൺ ആയിട്ട് പറയാം. രണ്ടാമത്തെ റീസൺ ജെന്യുവൻ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനെന്ന് പറയുന്ന അധ്യാപകനെ, അല്ലെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കിറ്റിലാൽ സാർ എന്ന് പറയുന്ന അധ്യാപകനെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യണം, കുട്ടികൾക്ക് മാക്സിമം നല്ല രീതിയിൽ കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മളൊരു പേയ്മെന്റോ ഒരു ഫീസോ വെച്ചാൽ, തുടക്കത്തിലെ നമ്മൾ അങ്ങനെ ഒരു പേയ്മെന്റോ ഫീസോ വെച്ചാൽ ഞങ്ങൾ ആരാണ് അല്ലെങ്കിൽ ചാനലിന്റെ ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. അപ്പൊ അതൊരു പേയ്മെന്റ് തന്ന് കാണാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തു ഈ വരുന്ന അക്കാഡമിക് ഇയർ തീരുന്നിടം വരെയും മാക്സിമം കണ്ടന്റും കോൺസെപ്റ്റും നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ ഈ നമ്മുടെ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ 1 ഷോട്ട് സീരീസ് പ്ലസ് ക്രാഷ് കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേകത, ഏതാണ്ട് 150 പ്ലസ് 150 അവേഴ്സ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങളുടെ കയ്യിലെത്തും. 150 മണിക്കൂറിന് പുറത്തുള്ള റെക്കോർഡഡ് ക്ലാസ് നിങ്ങളുടെ കയ്യിലെത്തും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, നിങ്ങൾക്കറിയാം 28 ചാപ്റ്റർ ഉണ്ട്. ഓൺ ആൻ ആവറേജ് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 30 ടു ഒരു ചാപ്റ്ററിൽ നിന്നല്ല ഒരു പാർട്ടില് 30 ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഓൺ ആൻ ആവറേജ് ഒരു ചാപ്റ്ററിൽ നിന്ന് 60 തൊട്ട് 75 ക്വസ്റ്റ്യൻ വരെ വരാം. ഡിപ്പെൻസ് ആണ്, അത് ഡിപ്പെൻസ് ഓൺ ചാപ്റ്റർ ആണ്. ആവറേജ് ഒരു 60 ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ 28 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 840 ക്വസ്റ്റ്യൻസ് പ്ലസ് അവസാനം 5 മോക്ക് സീരീസ് വരും. ഇത് കൂടാതെ ക്രാഷിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. അതായത് 1000 പ്ലസ് MCQs ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 1000 മുകളിലേക്ക് എന്തായാലും പോകും. ഞാൻ 1000 ഒക്കെ പറഞ്ഞ ഏറ്റവും മിനിമം ഇട്ടാണ് ഞാൻ ഈ പറയുന്നത്. 1000 പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നല്ല MCQസും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഈ ക്ലാസ്സുകളിലൂടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്യാം. നമ്മുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഫ്രീ ഡൗട്ട് ക്ലിയറൻസ് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ മക്കളെ, ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഇനി കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് ആയി കാണും. കത്തി അടിച്ച് ഞാൻ സമയം കളഞ്ഞില്ല. താഴെ ഇനി ആൾക്കാർ കമന്റ് ചെയ്യും അയാളുടെ കത്തിയടി തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. യെസ് മക്കളെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാർട്ട് 1 നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു ടേമാണ് ഇലക്ട്രിക് ചാർജ്. നമുക്കറിയാം എന്താ വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ചാർജ്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, തിയററ്റിക്കൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡെഫിനിഷനുകളും ഇക്വേഷൻസും നമുക്ക് ഡയറക്റ്റ് സ്ലൈഡിലോട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇനി ഇതൊന്നും നമ്മൾ എന്താ പറയുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന് ഡിറൈവ് ചെയ്തെടുത്ത് പഠിക്കേണ്ട സമയമല്ല. ഇക്വേഷൻസ് ചില കാര്യങ്ങൾ കോൺസെപ്റ്റ് വൈസ് തന്നെ അറിയണം, ചിലത് ഇക്വേഷൻസ് ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഇപ്പൊ ഡെഫിനിഷനുകൾ കാണാതെ പഠിക്കാനല്ല ഇനിയുള്ള സമയം. ഇനിയുള്ള സമയം നമുക്ക് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എസ്പെഷ്യലി MCQ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് educator_edu നിങ്ങൾ ഇതൊന്ന് ഫോളോ കൂടെ ചെയ്തു വെച്ചേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുടെ അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. ചിലർക്ക് അത് മിസ് ഔട്ട് ആയി പോകും. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. യെസ്, നമുക്ക് നോക്കാം മക്കളെ. സിംപ്ലി വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജ് ഈസ് എ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ. അല്ലെ, സിംപ്ലി നമ്മളെ ഒരു ക്യൂ ചാർജ് വെച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ട്. ഈ ക്യൂ ചാർജ് ഇവിടെ വെച്ച ഇത് സിംപ്ലി ഒരു മാറ്ററിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ്. അല്ലെ, ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാവും. ഈ ചാർജിന് ചുറ്റും ഉറപ്പായിട്ട് അവിടെയൊക്കെ ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്തേക്ക് വേറൊരു ചാർജ് വേറൊരു പാർട്ടിക്കിളോ കൊണ്ടുവച്ചാൽ ഉറപ്പായിട്ടും ഇവൻ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മേ ബി അത് റിപ്പല് ചെയ്യാം, മേ ബി അത് അട്രാക്ട് ചെയ്യാം. സിംപ്ലി അങ്ങനെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇലക്ട്രിക് ചാർജ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് കുളമ്പാണ്. ഇതൊക്കെ നിങ്ങൾക്ക് CGS യൂണിറ്റ്, ആപ്പ് കുളമ്പ്, സ്റ്റാറ്റ് കുളമ്പ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഡയമെൻഷണൽ ഫോമുല നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനിയും നമുക്ക് ചാർജസ്, നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ്. അതാണ് അതിന്റെ പ്രോപ്പർട്ടി. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്നാൽ അതിന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ പൊളാരിറ്റി എന്നാണ് പറയുന്നത്. അതിന്റെ നേച്ചർ പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. സിംപ്ലി നെഗറ്റീവ് ചാർജസിന് ഇലക്ട്രോൺസ് എന്നും പോസിറ്റീവ് ചാർജിനെ
പ്രോട്ടോൺസ് എന്നും വിളിക്കും. ഇനി നമുക്ക് ചാർജുകളുടെ പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ലൈക്ക് ചാർജുകളാണെങ്കിൽ അത് റിപ്പല് ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ അതെല്ലാം ഞാൻ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, ഇമേജസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ചാർജുകളാണെങ്കിൽ ഒരേ ചാർജുകൾ റിപ്പൽ ചെയ്യപ്പെടുകയും ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ഈ ചാർജുകൾ എവിടെയൊക്കെയാണ് ഈ ചാർജുകൾ പൊസിഷൻ ചെയ്യപ്പെടുന്നത്? ഇപ്പൊ നമുക്ക് നോക്കിക്കേ, ഒരു ന്യൂക്ലിയസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് അല്ലെ, ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുകളും ഉണ്ട് അല്ലെ, അതേപോലെ ന്യൂട്രോൺസും ഉണ്ട് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ്, ഇതിന്റെ ഷെൽസിലാണ് ആരിയിരിക്കുന്നത്? ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഐഡിയാസ് ആണ്. അതേപോലെ ഇതിന്റെ ചാർജസ്, ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് രണ്ടും സെയിം ആണ്. 1.6 × 10⁻⁻19 കൂളംബ് ആണ്. അപ്പൊ ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ന്യൂട്രോൺസ് പറയുമ്പോൾ അവരുടെ ചാർജ് 0 ആണ്. സോ ബേസിക് ആയിട്ടുള്ള ഈ ചാർജിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇമ്പോർട്ടന്റ് ആണ്, ഇന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്താ? അഡിറ്റീവ് നേച്ചർ. മക്കൾ, ഈ അഡിറ്റീവ് നേച്ചർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഒരു 1 കുളംബ് ചാർജ് ഉണ്ട്, ഒരു 1 കുളം ചാർജ് ഉണ്ട്, ഒരു 5 കുളംബ് ചാർജ് ഉണ്ട്, ഒരു -2 കുളം ചാർജ് ഉണ്ട്. ഒരു സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ ചാർജ് ആണ് 1 കുളം, ഒരു -2 കുളം, 5 കുളം. അപ്പൊ ഇതിന്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ടോട്ടൽ സം ആയിരിക്കും. 5 1 6 അല്ലെ, ഇത് -2 ആണ്, 5 1 6 -2. അപ്പൊ ഇതിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 4 കുളമ്പായിരിക്കും. അതായത് സ്കെലാർ അഡീഷൻ ആണ്. ചുമ്മാതെ ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതി, അതിന് നെറ്റ് ചാർജ് കിട്ടും. അതാണ് അതിന്റെ അഡിറ്റീവ് നേച്ചർ. ദ നെറ്റ് ചാർജ് ഓഫ് ദ സിസ്റ്റം ഈസ് ഓൾജിബ്രാക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ്. ഓൾജിബ്രാക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ്. ആ സിസ്റ്റത്തിലുള്ള ഓരോ ചാർജുകളുടെയും ഓൾജിബ്രാക് സം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത കോൺസെപ്റ്റ് നോക്കിക്കേ, കൺസർവേഷൻ ഓഫ് ചാർജ്. ദ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ ചാർജ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോക്കെ, ഒരു സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യും, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യും. ക്ലിയർ? ഇപ്പൊ ഈ സിസ്റ്റത്തിൽ കുറെ ചാർജസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇതൊരു 2 കുളമ്പാണ്, ഇവിടെ ഒരു പ്ലസ്, ഇത് പ്ലസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഒരു +3 കുളമ്പുണ്ട്, ഇവിടെ ഒരു -1 കുളമ്പാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഈ സിസ്റ്റത്തിനെ കണ്ടക്ഷനിലോ, ഇനി നമ്മൾ പഠിക്കും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കേൾക്കാനുണ്ട്, കണ്ടക്ഷനോ ഇൻഡക്ഷനോ എന്തെങ്കിലുമൊക്കെ നടത്തി, അല്ലെങ്കിൽ ഇത് നിങ്ങളെടുത്ത് ഇങ്ങനെ ഷേക്ക് ചെയ്തു എന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു. ഇവനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ ചാർജുകൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ ഈ സിസ്റ്റം നോക്കുകയാണ്. അപ്പൊ സിസ്റ്റം നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു 1 കുളം ചാർജ് ഇരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഈ സിസ്റ്റം അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 1 കുളം ചാർജ് ഇരിക്കുന്നു, ഒരു 4 കുളം ചാർജ് ഇരിക്കുന്നു, പിന്നെ ഒരു Q കുളമ്പ് ചാർജ് ഇരിക്കുന്നു, ഒരു Q കുളമ്പ് ചാർജ് ഇരിക്കുന്നു. ഇതെത്രാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്കത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവന്റെ ടോട്ടൽ ചാർജ് എടുക്കുക. നിങ്ങൾ നോക്കിക്കേ, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എത്രയാ? 3 2 5. 5, ഇത് -1 ആണ്, അപ്പൊ 4 കുളമ്പാണ്, +4 കുളമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലിയർ? നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? കൺസർവേഷൻ. നമ്മൾ ഈ കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കുന്ന പോലത്തെ കൺസർവേഷൻ കോൺസെപ്റ്റ് ആണോ ഈ ചാർജിന്റെ കേസിൽ? അല്ല. കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ചാർജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ചാർജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, ഒരു ഫോട്ടോൺ ആണ്, അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്താണ് അവിടുന്നാണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രോൺ ആയിട്ടും പോസിട്രോൺ ആയിട്ടും ഒക്കെ മാറുന്നത്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. പക്ഷെ ചാർജിന്റെ കൺസർവേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റം എടുത്താൽ എപ്പോഴും അതിന്റെ ടോട്ടൽ ചാർജ് കോൺസ്റ്റന്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് 3 2 5, അതിൽ നിന്ന് 1 പോയി +4 കുളമ്പാണ്. ഇനി ഈ സിസ്റ്റത്തിന്റെ, അതായത് ഈ സിസ്റ്റം തന്നെയാണ് ഇത്, നമ്മളിവിടെ എന്തൊക്കെയോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കൺസിഡർ ചെയ്യുകയാണ് ഞാൻ. അപ്പൊ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കി, ഇത് എത്ര ഉണ്ട് ടോട്ടൽ? 4 1 5. ഇപ്പൊ തന്നെ ഇത് 5 വന്നു. ആക്ച്വലി എത്ര വരാവും സിസ്റ്റത്തിന്റേത്? 4 വരാവൂ അല്ലെ? ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് +4 കുളമ്പാണ്. അപ്പൊ അതേ സിസ്റ്റം തന്നെയാണ് ഇത്, ഇതും +4 കുളമ്പേ വരാവൂ. അപ്പൊ ഈ Q എത്ര ആയിരിക്കണം? Q ഉറപ്പായിട്ടും
-1 കുളമ്പ് ആയിരിക്കും. കാരണം ഇത് -1 കുളമ്പായിരിക്കും, -1 +1 വെട്ടിപ്പോയിട്ട് 4 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതിനെയാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. ബേസിക് കോൺസെപ്റ്റ് ആണ്, നിങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഉറപ്പായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത കോൺസെപ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നമുക്കറിയാം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. മക്കളെ ക്വാണ്ടൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലായി? ക്വാണ്ടൈസേഷൻ മീൻസ് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് തൊട്ടേ ഇത് ഓർത്തിരിക്കുന്ന, ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി ഓർക്കുന്ന പെട്ടെന്നൊരു ടേം ആണ് അവൈലബിൾ ഇൻ ഫിക്സ്ഡ് എമൗണ്ട് എന്നാണ് ഞാൻ ഓർക്കാറ്. അവൈലബിൾ ഇൻ ഫിക്സ്ഡ് എമൗണ്ട് എന്ന് ഓർക്കാറുണ്ട്, അല്ലെ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി എന്നൊക്കെ ഓർക്കാറുണ്ട്. അതായത് ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, എന്താ ഇലക്ട്രിക് ചാർജ് എക്സിസ്റ്റ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ, ഡിസ്ക്രീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് എന്ന് പറയും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ചാർജ് എടുക്കുവാണ്, ഒരു ബോഡി, അതിന്റെ ചാർജ് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ ചാർജ് +1 കൂളംബ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ ചാർജ് +1 കൂളംബ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേറൊരു ചാർജ് നോക്കിയപ്പം അതിൻ്റെത് +2 കൂളംബ് ആണെന്ന് മനസ്സിലായി. ഞാൻ വേറൊരു ചാർജ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി -3 കൂളംബ് ആണെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ എപ്പോഴും ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് എന്നാ പറയുന്നത്. അതായത് ഒരു ബേസിക് ചാർജ്, ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്, Q കൂളംബാണ്. അപ്പൊ ഇത് 1Q ആണ്, ഇത് 2Q ആണ്, ഇത് -3Q ആണ്. അതായത് ഒരു ഇന്റിജർ കൊണ്ടായിരിക്കും എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് +or-ne എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. +or-ne, വേർ n ഈസ് ആൻ ഇന്റിജർ. ക്യാപിറ്റൽ N എന്ന് എഴുതിയാലും മതി, 1, 2, 3 അങ്ങനെ വേണേലും വരാം. അതായത് നമുക്ക് 1e വരാൻ ചാർജ്, 2e വരാൻ ചാർജ്, അങ്ങനെ എക്സെട്ര പോകാം. -1e എന്ന് വരാം, -2e എക്സെട്ര എന്ന് പോകാം. ഒരു കാരണവശാലും 1.5e എന്ന് പറഞ്ഞ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. 1.5e, അതായത് ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q, അത് 1 ആണ്. അതിനെ വീണ്ടും സ്പ്ലിറ്റ് അപ്പ് നടത്താൻ പറ്റില്ല. 1.5 പറ്റത്തില്ല, 4/3e പറ്റത്തില്ല. ഇങ്ങനെയൊന്നും ചാർജുകൾ എക്സിസ്റ്റ് ചെയ്യപ്പെടത്തില്ല. മിനിമം ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി Q ആണ് അല്ലെങ്കിൽ E ആണ്, അതിന്റെ ഇന്റിജർ മൾട്ടിപ്പിളെ വരുത്തുള്ളൂ. അതാണ് ആര് പറയുന്നത്? ക്വാണ്ടൈസേഷൻ പറയുന്നത്. ആ ഫിക്സ്ഡ് എമൗണ്ട്, ഏറ്റവും മിനിമം യൂണിറ്റ് അതാണ്. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ നാട്ടില് ഗവൺമെന്റ് നാളെ ഡിസൈഡ് ചെയ്യുകയാണ് ഈ മണി ട്രാൻസ്ഫർ മിനിമം 1 രൂപയെ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങ് ഡിസൈഡ് ചെയ്യുവാണ് 1 രൂപയുടെ കോയിനെ വാലിഡ് ഉള്ളൂ, 50 പൈസ 25 പൈസ ഒന്നും ഇനി ഇല്ല. അല്ലെങ്കിൽ അവരങ്ങ് ഡിസൈഡ് ചെയ്യാണ്, ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ ഇനി ബേസിക് എമൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് ഡിസൈഡ് ചെയ്തെന്ന് വിചാരിക്കുക, 10 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇനി ഒരാൾക്ക് 5 രൂപയ്ക്ക് ഒരു സാധനം സെല് ചെയ്യാൻ പറ്റില്ല. 5 രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ട്. അപ്പൊ അടുത്ത ചോദിക്കും 5 രൂപയുടെ 2 സാധനം വിറ്റാ പോരെ, അപ്പൊ 10 രൂപ കിട്ടത്തില്ലേ? അങ്ങനല്ല, പറയുകയാണ് ഇനിയും 10 റുപ്പീസിനെ ഇവിടെ വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ 5 രൂപയുടെ ഒരു സാധനം പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരാൾക്ക് ആ പ്രോഡക്റ്റ് ഒരെണ്ണം മതിയെങ്കിലും. ബാലൻസ് എങ്ങനെ കൊടുക്കും? മനസ്സിലായോ? അപ്പൊ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറയരുത്, ഗൂഗിൾ പേയിൽ 10 രൂപ പറ്റത്തുള്ളൂ. അപ്പം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് 10 രൂപയായിട്ട് മാറി. അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾസ് ഇനി നടക്കത്തുള്ളൂ. പിന്നെ 15 ഇല്ല, പിന്നെ 12 ഇല്ല, പിന്നെ 13 ഇല്ല, 10 കഴിഞ്ഞാൽ 20, 20 കഴിഞ്ഞാൽ 30, അങ്ങനെ പോകും എന്നാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 1 million electron are removed from a glass rod. The total charge on the rod is 1 million electron removed എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇലക്ട്രോണിനെയാണ് ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബോഡി എടുത്താൽ, ഒരു മെറ്റൽ സർഫസോ എന്തോ ആവട്ടെ, ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ആണ് ചെയ്തതെങ്കിൽ, അപ്പൊ ഇലക്ട്രോൺ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജിനെയാണ് നിങ്ങൾ എടുത്ത് കളഞ്ഞത്. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജിന്റെ എക്സസ്, പോസിറ്റീവ് ചാർജ് കൂടുതൽ അവിടെ ഉണ്ടാകും, കാര്യം നിങ്ങൾ ഒരു ഇലക്ട്രോണിനെയാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നിങ്ങൾ റിമൂവ് ചെയ്താൽ ഇവന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ട് മാറും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി ഒരു സർഫസിലേക്ക്, ഒരു ബോഡിയിലേക്ക്
നിങ്ങളൊരു ഇലക്ട്രോണിനെ ആഡ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇലക്ട്രോണിനെ നിങ്ങൾ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ ഇവന്റെ ചാർജ് നെഗറ്റീവ് ആയിട്ട് മാറും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ റൈറ്റ് നൗ പറഞ്ഞിരിക്കുന്നത് 1 മില്യൺ ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് എന്നാണ്. അപ്പൊ 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 10⁻⁶ ആണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അപ്പൊ 1 മില്യൺ ഇലക്ട്രോൺ എടുത്ത് നിങ്ങൾ കളഞ്ഞു എന്നാ പറഞ്ഞത്. 1 മില്യൺ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 കൂളംബാണ് അല്ലെ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആയത്. നമ്മൾ അങ്ങനെ എത്ര എടുത്ത് കളഞ്ഞു? 1 മില്യൺ എടുത്ത് കളഞ്ഞു. അപ്പൊ ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് എത്രയാണ്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അതിൽ ഒരെണ്ണത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളംബാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1.6 × 10⁻. ഇത് 19 ആണ്, ഇത് 6 ആണ്. സോ ഇത് -13 എന്ന് കിട്ടും. 13 6 19. ചുമ്മാ എടുത്ത് ആഡ് ചെയ്താൽ മതി അല്ലെ? വളരെ ബേസിക് ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി 1.6 × 10⁻13. ഇനി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? റിമൂവ് ആണ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അതിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കണം. സോ ആൻസർ എന്ന് പറയുന്നത് 1.6 × 10⁻13 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ ഇത് ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 balls numbered 1 to 5 are suspended using separately threads. യെസ്, നിങ്ങൾ ഇവിടെ നോക്കിക്കുക. അതായത് ഇവിടെ 5 ബോളുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഒരു സർഫസിൽ കൂടെ ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ 5 ബോൾസ് ഇതിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5. ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ വളരെ കാര്യമായിട്ട് ഇതിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം. വളരെ ആത്മാർത്ഥമായി നിങ്ങൾ സമയം തരണം. ഞാൻ ഒരു ധൃതിപ്പെട്ടു എങ്ങോ ഓടിയല്ല പോകുന്നത്. മേ ബി നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവും, ക്ലാസ് ചിലപ്പോൾ തിയററ്റിക്കലി പറയുമ്പോൾ ലാഗ് ആവുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ നന്നായി പഠിച്ച മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും തിയറി പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQസും പ്രാക്ടീസ് ചെയ്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം, മക്കളെ നിങ്ങൾ പഠിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ അങ്ങ് കണ്ടു പഠിച്ചോ. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഓൾറെഡി തിയററ്റിക്കലി അല്ലെങ്കിൽ കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ചാനലിന്റെ തിയറി സൈഡ് കാണേണ്ട കാര്യമില്ല. ഒരു ചാനൽ പഠിക്കുന്ന തിയറി സൈഡ് കാണേണ്ട കാര്യമില്ല. ഇനി ആരും പുതിയതായിട്ട് പുതിയ കാര്യമൊന്നും ഫിസിക്സ് കണ്ടുപിടിച്ചോണ്ട് വരാൻ പോകുന്നില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ തന്നെ പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ പുതിയ ക്വസ്റ്റ്യൻസ് മേ ബി കിട്ടും. അപ്പൊ പുതിയ ക്വസ്റ്റ്യൻസ് വേണം, നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഉറപ്പായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ, വീഡിയോസ് കാണാം. എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരെ അല്ല, പഠിക്കാൻ ഇനിയും ഒരുപാടുണ്ട്. കോൺഫിഡൻസ് കുറച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന കുട്ടീനെ എങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് വരാം, അതുകൊണ്ടാണ് ഈ ക്രാഷ് കോഴ്സും 1 ഷോട്ട് സീരീസ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് ബോറടിക്കാതെ ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു റിക്വസ്റ്റ് ആണിത് കേട്ടോ. അല്ല വേറൊന്നും വിചാരിക്കരുത്. നിങ്ങളോട് നമുക്ക് സ്നേഹമേ ഉള്ളൂ, ഞങ്ങളോട് നിങ്ങൾക്കും സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ് പെട്ടെന്ന് നോക്കി വരാം. 5 balls നമ്പേർഡ്. അപ്പൊ 5 ബോൾ ഉണ്ട്. 1 2 3 4 5. ഇനി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 2 2 4 4 1 അല്ലെ? 1 2 2 4 4 1 ഷോസ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. 1 2 ശ്രദ്ധിച്ചിരിക്കണം. 1 2 ഇവര് തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. ഓക്കെ, അടുത്തത് ആരാടാ മക്കളെ? 2 4. ഈ 2ഉം 4ഉം തമ്മിലും ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. യെസ്. അടുത്തത് 4 1. ഈ 4ഉം 1ഉം ഇവര് തമ്മിലും ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. സെറ്റ്. അടുത്തത് 2 3 and 4 5 ഷോസ് റിപ്പൾഷൻ. 2 3ഉം 4 5ഉം റിപ്പൾഷനിലാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. 2 3 ഇവര് തമ്മിൽ റിപ്പൾഷൻ ആണ്. അതേപോലെ അടുത്ത ആരാണ്? 4 5 ഇവര് തമ്മിലും റിപ്പൾഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത്? therefore ball 1 must be,
അതായത് അങ്ങനെയാണെങ്കിൽ ബോൾ 1 ഏത് ചാർജ് ആണ്, നെഗറ്റീവ്ലി ചാർജ് ആണോ, പോസിറ്റീവ് ചാർജ് ആണോ, ന്യൂട്രൽ ചാർജ് ആണോ എന്നൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, രസമുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവര് തമ്മിൽ റിപ്പൾഷൻ, ഈ യെല്ലോ കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന റിപ്പൾഷനും അട്രാക്ഷൻ അല്ലേ, യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന ഒരു അട്രാക്ഷനും, ഇത് ഓറഞ്ച് പിങ്ക് ആണോ, പിങ്ക് ആണെന്ന് തോന്നുന്നു അല്ലെ, പിങ്ക് കളറിൽ വരച്ചിരിക്കുന്നത് റിപ്പൾഷനുമാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇത് അട്രാക്ഷൻ ആണ്, ഇത് അട്രാക്ഷൻ ആണ്, ഇവര് തമ്മിൽ അട്രാക്ഷൻ ആണ്, ഇത് റിപ്പൾഷൻ ആണ്, ഇത് റിപ്പൾഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. 1 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 2 3 4 5 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ് കേട്ടോ. യെസ്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 1ഉം 2ഉം തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ അവർ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അതായത് 1 പോസിറ്റീവ് ആണ്, 2 നെഗറ്റീവ് ആയിരിക്കണം. ഉറപ്പല്ലേ? അതേപോലെ 2ഉം 4ഉം തമ്മിലും അട്രാക്ഷൻ ആണ്, 2ഉം 4ഉം തമ്മിലും. അപ്പൊ 2 നെഗറ്റീവാ, അപ്പൊ ഓൾറെഡി അപ്പൊ 4 പോസിറ്റീവ് ആയിരിക്കണം, 4 പോസിറ്റീവ് ആയിരിക്കണം. അതേപോലെ 1ഉം 4ഉം തമ്മിലും എന്താണ് നടക്കുന്നത്? 1ഉം 4ഉം തമ്മിലും അട്രാക്ഷൻ ആണ്, അപ്പൊ അവരും ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം. പക്ഷെ 1 പോസിറ്റീവ് ആണ്, 4ഉം പോസിറ്റീവ് ആണ്. ഇവര് തമ്മിൽ അട്രാക്ട് ചെയ്യോ? ഇല്ല, റിപ്പൽ ചെയ്യും. അപ്പൊ ഈ അടുത്ത കോമ്പിനേഷൻ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ അടുത്ത കേസ് തിരിച്ചെടുക്കാം. 1 നെഗറ്റീവ് ആയി, പക്ഷെ 1ഉം 2ഉം തമ്മിൽ അട്രാക്ഷനാ, 1ഉം 2ഉം തമ്മിൽ അട്രാക്ഷനാ. അപ്പൊ ഇവിടെ 1 നെഗറ്റീവ് ആണെങ്കിൽ ഇത് എന്താവണം? പോസിറ്റീവ് ആകണം. എഗെയിൻ നിങ്ങൾ നോക്കൂ, 2 and 4 എങ്ങനെയാ? 2 and 4 അട്രാക്ഷനാ, 2 and 4 അട്രാക്ഷനാ, 2ഉം 4ഉം അട്രാക്ഷനാ. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് ആരാവണം? നെഗറ്റീവ് ആവണം. ഇവിടെയും പ്രശ്നമുണ്ട്. അപ്പൊ 1ഉം 4ഉം തമ്മിൽ ഇവിടെയും റിപ്പൽ ചെയ്യും, പക്ഷെ 1ഉം 4ഉം തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 4ഉം തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സെയിം ചാർജ് ആയതുകൊണ്ട് റിപ്പല്ല ചെയ്യുന്നത്. അപ്പം ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, ഒന്നെന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കണം? ന്യൂട്രൽ ചാർജ് ആയിരിക്കണം, ന്യൂട്രൽ ചാർജ് ആയിരിക്കണം. വളരെ സിമ്പിൾ ലോജിക്കിൽ പഠിച്ചെടുക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. യെസ്, പ്രോസസ് ഓഫ് ചാർജിങ്. ഇതൊക്കെ പെട്ടെന്നൊന്ന് പഠിച്ചു വിട്ടാൽ മതി, പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയിട്ട്. നമുക്കറിയാം നമ്മൾ പല മെത്തേഡുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ബേസിക്കലി നിങ്ങൾ അറിയുന്നതാണ് റബ്ബിങ്, ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ. എന്താ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അല്ലെ ഇൻഡക്ഷൻ കണ്ടക്ഷൻ വഴി എക്സസ് ആയിട്ടുള്ള ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക അല്ലെ. ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ, അതായത് ഫിസിക്കൽ കോണ്ടാക്ട് വരാതെ. ബൈ റബ്ബിങ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റബ്ബ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ കോമ്പ് കൊണ്ട് ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചാണ്. അതാണ് റബ്ബിങ്. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ, അവർ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്ട് വരില്ല. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ബോഡികൾ തമ്മിൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ട് ചാർജ് ട്രാൻസ്ഫറിങ് നടക്കുന്ന മെത്തേഡാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചാർജിങ് ബൈ റബ്ബിങ്. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഒരു പോസിറ്റീവ് ഒരു ഇലക്ട്രോഡ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം ഇവരുടെ വർക്ക് ഫംഗ്ഷൻ അനുസരിച്ച്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, വർക്ക് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നത്. ജസ്റ്റ് സിംപിളി റബ്ബിങ് ചെയ്താണ് അവിടെ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ചാർജ് വിത്ത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഗെറ്റ് ഡെവലപ്ഡ് ഓൺ ദി ടു ബോഡീസ്. ഓൾറെഡി ഡിഫറെന്റ് മിക്സ്ചറുകളായിരിക്കും, കോമ്പിനേഷൻസ് ആയിരിക്കും. നമുക്കറിയാം എപ്പോഴും ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അത് ന്യൂട്രലി ചാർജ്ഡ് ആയിരിക്കും. അപ്പൊ അവര് റബ്ബ് ചെയ്ത് അവരുടെ വർക്ക് ഫംഗ്ഷൻ ഒക്കെ അനുസരിച്ചാണ്, ഡിപ്പെൻസ് ആണ് ഇത് ചാർജ് ട്രാൻസ്ഫറിങ് നടക്കും. ഇതിന് ബേസിക് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് റോഡും സിൽക്കൂടെ റബ്ബ് ചെയ്യുന്നു. എന്താ? ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദി ഗ്ലാസ് റോഡ് ടു സിൽക്ക്. ഇപ്പൊ ഇതൊരു ഗ്ലാസ് റോഡാണ്, ഇതൊരു സിൽക്ക് ക്ലോത്ത് ആണ്. അപ്പൊ നിങ്ങൾ ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ റബ്ബിങ് എ ബലൂൺ ഓൺ യുവർ ഡ്രൈ ഹെയർ, ബലൂൺ അല്ലെങ്കിൽ കോംബ് എന്നൊക്കെ പഠിക്കുന്നതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വരാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ. മക്കളെ, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ബോഡീസ് കോണ്ടാക്റ്റിൽ കൊണ്ടുവരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്യൂ ചാർജ് ഉള്ള ഒരു ബോഡി, ഒരു ക്യൂ ചാർജ് ഉള്ള ഒരു ബോഡി. നമ്മുടെ കയ്യിൽ അനദർ ബോഡി Q dash, ഡിഫറെന്റ് ചാർജസ് ആണ്. അപ്പൊ ഇവരെ എന്ത് ചെയ്യും? നമ്മൾ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരും. കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ചാർജിന്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതിനെയാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ്, ഇഫ് ഐഡന്റിക്കൽ ബോഡീസ് ആർ കോണ്ടാക്റ്റഡ്, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ബോഡിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ചാർജുകൾ ഈക്വലി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ടോട്ടൽ ചാർജ്, അവരുടെ ടോട്ടൽ ചാർജ് എത്രയാണോ അത് ഈക്വലി ഷെയർ ചെയ്യപ്പെടും. ഇവിടുത്തെ ക്യൂ ടോട്ടൽ എത്രയാ? ക്യൂ ടോട്ടൽ എന്ന് പറയുന്നത് Q പ്ലസ് Q ഡാഷ് ആണ്. ടോട്ടൽ ചാർജ് Q പ്ലസ് Q ഡാഷ് ആണ്. ഇതിന്റെ പകുതി ഇവനും കിട്ടും, ഇതിന്റെ പകുതി ഇവനും കിട്ടും. ഇഫ് ദേ ആർ
ഐഡന്റിക്കൽ ആയിരിക്കണം. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം വരും, നോൺ ഐഡന്റിക്കൽ ആണെങ്കിൽ, നോൺ ഐഡന്റിക്കൽ റേഡിയസ്, ഇപ്പൊ ഇവന്റെ റേഡിയസ് 6 ഇവന്റെ റേഡിയസ് 6 ആയിരിക്കും, അതാണ് ഐഡന്റിക്കൽ ആകുന്നത്. അപ്പൊ നോൺ ഐഡന്റിക്കൽ ആണെങ്കിൽ ആ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ അല്ല പഠിക്കാനുള്ളത്, അത് വരുന്ന ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 ഇതിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, നമ്മൾ അന്നേരം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പൊ റൈറ്റ് നൗ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇപ്പം ഒരു ചാർജഡ് സ്ഫിയർ ക്യൂ, വേറൊരു ചാർജഡ് സ്ഫിയർ, ഒരു ന്യൂട്രൽ സ്ഫിയർ, ചാർജ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ ഇവരുടെ ടോട്ടൽ ചാർജ് എത്ര? ഇവരുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ ഇനിയും ഇങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ ചാർജ് എത്രയായി? Q/2 ആയി. അടുത്ത ആളുടെ ചാർജ് എത്രയായിട്ട് മാറി? അടുത്ത ആളുടെ ചാർജും Q/2 ആയിട്ട് മാറി. ഇഫ് ദേ ആർ ഐഡന്റിക്കൽ, അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരാളുടെ ചാർജ് Q1 മറ്റേ ആൾ Q2 ആണെങ്കിൽ പുതിയ ചാർജ് Q എന്ന് പറയുന്നത് Q1 + Q2/2 ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്, മറന്നു പോകരുത്, ഇഫ് ദേ ആർ ഐഡന്റിക്കൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇത്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു വെക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്താണ് പ്രോസസ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻഡക്ഷനിൽ എന്താ ചെയ്യുന്നത്? അതായത് ഇവിടെ നോക്കിയാൽ 2 ബോഡീസ് ഇവിടെ ഇരിപ്പോൾ. അപ്പൊ അത് ഈ 2 ബോഡീസ് ഇവിടെ ഇരിക്കുന്നത് A, B. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എയുടെ അടുത്തോട്ട് ഒരു പോസിറ്റീവ് റോഡ് കൊണ്ട് ചെല്ലും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എയുടെ അടുത്തോട്ട് ഒരു പോസിറ്റീവ് റോഡ് കൊണ്ട് ചെല്ലും, പക്ഷെ അടുത്തോട്ട് വെത്തത്തതേ ഉള്ളൂ, കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ അതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ടച്ചിങ്. പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. ഈ റോഡ് ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവെക്കും. ഈ റോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് റോഡ് ഇവിടെ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് ഈ സിസ്റ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുകൾ ഈ സൈഡിലേക്കും, കാരണം എന്താ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം പോസിറ്റീവ് ചാർജുകളെ റിപ്പൽ ചെയ്യും. അപ്പം ഈ സർഫസിലേക്ക് നെഗറ്റീവ് ചാർജുകളും ഈ സൈഡിലേക്ക് പോസിറ്റീവ് ചാർജുകളും അക്യുമുലേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവരെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. ഈ 2 ബോളുകൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, ഇത് നെഗറ്റീവ് ചാർജായി, ഇവിടത്തേക്ക് പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇവരെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് A കംപ്ലീറ്റ്ലി നെഗറ്റീവ് ചാർജും B കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള 2 സ്ഫിയേഴ്സ് ആയിട്ട് മാറും. അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് എവിടെ യൂസ് ചെയ്യുന്നത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുമാണ് ഇൻ ഡെപ്ത് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കി വരാം. കൺസിഡർ എ ന്യൂട്രൽ കണ്ടക്ടിങ് സ്ഫിയർ, എ പോസിറ്റീവ് പോയിന്റ്. ന്യൂട്രൽ കണ്ടക്ടിങ് സ്ഫിയർ, നമ്മുടെ കയ്യിൽ ഒരു ന്യൂട്രൽ കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ട്. ഓക്കെ, എ പോസിറ്റീവ് പോയിന്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ സ്ഫിയർ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതിന്റെ ഔട്ട്സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചു. ദ നെറ്റ് ചാർജ് ഓൺ ദ സ്ഫിയർ ഈസ് ദെൻ, നെറ്റ് ചാർജ് ഇതിവിടെ കൊണ്ടുവച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇത് ന്യൂട്രൽ സ്ഫിയർ ആണ് എന്ന് വെച്ചാൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് അത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ ഇവനെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിലേക്ക്, ഇതിന്റെ സർഫസിലേക്ക് എന്ത് അക്യുമുലേറ്റ് ചെയ്യാം? പോസിറ്റീവ് ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യാം. പക്ഷെ അത്രയും നെഗറ്റീവ് ചാർജുകൾ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. നേരെ തിരിച്ചല്ലേ, പോസിറ്റീവ് ചാർജ് അല്ലേ കൊണ്ടുവെക്കുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യാം അല്ലെ, അതിന് ഇക്വലന്റ് ആയിട്ട് അത്രയും പോസിറ്റീവ് ചാർജുകൾ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും അല്ലേ. ബട്ട് സ്റ്റിൽ ഇതിന്റെ ചാർജ്, ഇതിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് Q നെറ്റ് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും, ന്യൂട്രൽ ചാർജ് തന്നെ ആയിരിക്കും. അപ്പൊ ഏതാ ആൻസർ? 0 ആയിരിക്കും. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇതുവരെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയ കൂളംസ് ലോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. കൂളംസ് ലോ ഇതറിയാത്തതായിട്ട് ആരുമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന കുറച്ച് സ്പെഷ്യൽ കേസസ് ഒക്കെ പഠിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ കൂളംസ് ലോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ വോളിയം 1ന്റെ +2 പാർട്ട് 1ന്റെ അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ഇതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഏരിയക്ക് നിങ്ങൾ ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ, 2 ചാർജുകൾ, അത്
ഐഡന്റിക്കൽ ചാർജസ് ആയിക്കോട്ടെ നോൺ ഐഡന്റിക്കൽ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും നമുക്കറിയാം. ആ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. നമ്മൾ പഠിക്കുന്നതാണ്, ഇൻവേർട്ട് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ഫോഴ്സ് എഫ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജ് Q1 Q2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് അവിടുന്ന് ഒരു കോൺസ്റ്റന്റ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ വേർ K ഈസ് നോൺ ആസ്, K എന്ന് പറയുന്ന അവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ അതെത്രയാണ് 1/4 എപ്സിലോൺ 0 ആണ് അല്ലെ. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 9 ഇൻറ്റു 10⁻⁹ ആണ് ഇതിന്റെ വാല്യൂ. അതേപോലെ എപ്സിലോൺ 0യുടെ വാല്യൂ കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ് 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കണം മക്കളെ, ഇതിന്റെ വാല്യൂസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. F is equal to 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ R സ്ക്വയർ. ഈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ആൾ എപ്പോഴാണ് വരുന്നത്? എപ്സിലോൺ 0 വരുന്നത് ഈ ചാർജുകൾ ഇരിക്കുന്നത് വാക്വത്തിലായിരിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. ആ എപ്സിലോൺ 0നെ വിളിക്കുന്നവരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. അപ്പം ഇത് വാക്വത്തിലാണ് അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ, രണ്ട് ചാർജുകൾക്കിടയിൽ മീഡിയം ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. രണ്ട് ചാർജുകൾക്കിടയിലേക്ക് മീഡിയം എത്തിയാൽ എന്ത് സംഭവിക്കും? ഒരു മീഡിയവും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചാർജുകൾക്ക് ഇൻ ബിറ്റ്വീൻ. ഈ എപ്സിലോൺ 0നെ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആയ എപ്സിലോൺ R കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത് അല്ലെ. അപ്പൊ ഈ വാല്യൂ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് ഇൻ മീഡിയം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? K എന്ന് പറയുന്ന വാല്യൂവിന് ഒരു മാറ്റം വരും. ഇപ്പൊ നമുക്കറിയാം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇപ്പൊ ഇവിടെ ഒരു മാസ് ഇരിക്കുന്നു M1, R ഡിസ്റ്റൻസിൽ ഇവിടെ വേറൊരു മാസ് ഇരിക്കുന്നു M2. അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ അല്ലോ, ഇവർ രണ്ടുപേരും കൂളംസ് ലോയും ഗ്രാവിറ്റേഷൻ ലോയും തമ്മിൽ ഉള്ള ചില റിലേഷൻസ് അവരെ നമുക്ക് കമ്പയർ ചെയ്ത് പറയുമ്പോൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. രണ്ടുപേരും ഇൻവേർട്ട് സ്ക്വയർ ലോ ഒബേ ചെയ്യും. അതേപോലെ ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് F is equal to G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ്. എന്നിട്ട് ഈ G ആരാ? ഗ്രാവിറ്റേഷനകത്ത് പഠിക്കുന്ന G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, എവിടെ പോയാലും G മാറത്തില്ല, സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് എത്തുമ്പോൾ ഈ കെയുടെ വാല്യൂ മീഡിയം മാറുന്നതിനനുസരിച്ച് മാറും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. 1/4 എപ്സിലോൺ 0 ഫ്രീ സ്പേസിൽ അതൊരു മീഡിയം ആകുമ്പോഴത്തേക്ക് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R ആയിട്ട് മാറും. എപ്സിലോൺ 0 ഇൻറ്റു ഒരു എപ്സിലോൺ R ആയിട്ട് മാറും. വേറെ എപ്സിലോൺ R is known as relative permittivity or dielectric constant. അതായത് നമ്മൾ അവിടെ ഒരു മീഡിയം കൊണ്ടുവെക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു Q1 ചാർജ് ഇരിക്കുന്നു, ഇവിടെ ഒരു Q2 ചാർജ് ഇരിക്കുന്നു. ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ഈ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് ഈ R അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ K എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ക്യാപിറ്റൽ K എന്ന് പറഞ്ഞാൽ ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റും സ്മോൾ ലെറ്റർ K ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ER എന്ന് വിളിക്കും. ക്ലിയർ ആണോ? വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? സിമ്പിൾ ലോജിക് ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ K എന്നങ്ങ് വിളിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ K എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ചാർജ് Q1 ഉണ്ട്, ഇവിടെ ഒരു ചാർജ് Q2 ഉണ്ട്. സപ്പോസ് ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഫ്രീ സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഫ്രീ സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്താ ഇക്വേഷൻ എഴുതിയത്? ഫ്രീ സ്പേസ് ആണെങ്കിൽ നമ്മൾ എഴുതിയ ഇക്വേഷൻ F is equal to 1/4 എപ്സിലോൺ 0 അല്ലെ 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ R സ്ക്വയർ എന്നാണ് എഴുതിയത്. ഇത് ഫ്രീ സ്പേസിന്റെ കേസിൽ ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം വന്നു എന്ന് വിചാരിക്കുക. ഒരു മീഡിയം, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് സ്മോൾ ലെറ്റർ K അല്ലെങ്കിൽ ER ആണെന്ന് വിചാരിക്കുക. എങ്ങനെ വേണേലും ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ ഒരു മീഡിയം വന്നാൽ എന്ത് സംഭവിക്കുന്ന നമ്മൾ പഠിച്ചത്? അപ്പൊ ഫോഴ്സ് ഇൻ മീഡിയം വിച്ച് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 ഇൻറ്റു ഒരു K കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു എപ്സിലോൺ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് വരും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം ഇവിടുന്ന് പറയാൻ പറ്റും. ഈ 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ R സ്ക്വയർ K ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഇക്വേഷനും
ഫോഴ്സ് ഇൻ വാക്വം ആയിരുന്നു, എഫ് ആയിരുന്നു. അപ്പൊ എഫ് ഇൻ മീഡിയം എന്തായിട്ട് മാറി? എഫ് ഇൻ മീഡിയം എന്ന് പറയുന്നത് എഫ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ കെ ആയിട്ട് മാറി. എഫ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ കെ ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വളരെ ഈസി ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. എഫ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ എഫ് ഇൻ മീഡിയം എന്ന് പറയുന്നത് 1/k ടൈംസ് എഫ് ഇൻ വാക്വം ആണ്. എന്ന് വെച്ചാൽ മീഡിയം വരുമ്പോഴത്തേക്ക് അവർക്കിടയിലുള്ള നെറ്റ് ഫോഴ്സ് കുറയും. അല്ലെങ്കിൽ എഫ് ഇൻ വാക്വം എന്ന് പറയുന്നത് കെ ടൈംസ് എഫ് ഇൻ മീഡിയം ആണ്. അതായത് എഫ് ഇൻ മീഡിയത്തിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ വാക്വത്തിലായിരിക്കും അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ. അല്ലാത്തപ്പോൾ ഫോഴ്സിനെ അത് അഫക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം വന്നാൽ അവർക്കിടയിലുള്ള ഫോഴ്സിനെ അഫക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ഗ്രാവിറ്റേഷനിലേക്ക് ആലോചിച്ച് നോക്കുക, രണ്ട് മാസുകൾ വാക്വത്തിൽ ഇരുന്നാലും ആ രണ്ട് മാസുകൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മീഡിയം മാറിയാലും അവരെ അഫക്ട് ചെയ്യില്ല. അപ്പൊ ഈ കോൺസെപ്റ്റ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ക്ലിയർ ആണേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള അടുത്തൊരു കോൺസെപ്റ്റ് പെട്ടെന്ന് നോക്കി വരാം. മക്കൾ ഇവിടെ ശ്രദ്ധിച്ചു വെക്കട്ടെ, രണ്ട് ചാർജുകൾ Q1 Q2, അതിന് ഇൻ ബിറ്റ്വീൻ ഒരു ഡൈഇലക്ട്രിക് മീഡിയം. ഒന്നല്ല, ഇവിടെ രണ്ട് ഡൈഇലക്ട്രിക് മീഡിയം ആണ്. മൾട്ടിപ്പിൾ ഡൈഇലക്ട്രിക് മീഡിയംസ് വെക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് വാക്വത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മീഡിയം കൊണ്ടുവച്ചു. ഇത് അടുത്ത രണ്ട് മീഡിയമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇരുന്ന് ഡിറൈവ് ചെയ്യൽ നടക്കത്തില്ല. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് ഡയറക്റ്റ് പഠിച്ചു വെക്കാന്നുള്ളത്. ഇവിടെ ഒരു മീഡിയം ഉണ്ട്, അതിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K1, അതിന്റെ തിക്നെസ് R1 ആണ്. അടുത്ത മീഡിയം, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K2, തിക്നെസ് R2 ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. നിങ്ങൾ ബൈ ഹാർട്ട് F is equal to 1/4πε0 Q1 Q2 by R² എന്ന ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. R² പകരം ആ ഇഫക്റ്റീവ് ഡിസ്റ്റൻസ് ഇങ്ങനെ മാറും. ഫസ്റ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് √K1 into R1 plus √K2 into R2 the whole square. ഇതിന്റെ ഡെറിവേഷൻ ആർക്കെങ്കിലും അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ബൂസ്റ്റർ സീരീസിൽ കുളംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അതിനകത്ത് ഡെറിവേഷനും പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ അവസാന ഘട്ടത്തിൽ ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നാൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി വരാം. യെസ്, ശ്രദ്ധിച്ചിരിക്കുക. 2 point charges A and B having charge plus Q and minus Q respectively are placed at a certain distance apart and force acting between them is F. അതായത് രണ്ട് ചാർജസ് ഉണ്ട്, ഒരാൾ പ്ലസ് ക്യൂ ആണ്, അടുത്ത ആള് മൈനസ് ക്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ R ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് നമുക്ക് അസ്യൂം ചെയ്യും. ഇവർ തമ്മിൽ R ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. ഇനി അവർ പറഞ്ഞ എന്താ? If 25% of charge A is transferred to B, എന്നിട്ട് അതേ ഡിസ്റ്റൻസ് വെക്കാം, ഡിസ്റ്റൻസ് ഒന്നും മാറി എന്ന് പറയുന്നില്ല. അപ്പൊ ഇനിഷ്യലി ഇവർ തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് എഴുതാം F is equal to 1/4π നമുക്ക് K എന്ന് വിളിച്ചാൽ മതി. K into Q1 Q2. Q1 എന്ന് പറഞ്ഞാൽ Q ആണ്, Q2 എന്ന് പറഞ്ഞാൽ മൈനസ് Q ആണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R² ആണ്. സോ ഫസ്റ്റ് കേസിൽ F കിട്ടി -K Q² by R². ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ചാർജിന്റെ 25% ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നാ പറഞ്ഞത്. മക്കളെ 25% എന്ന് പറഞ്ഞാൽ എത്രടാ? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലെ. അതായത് 25% ഓഫ് Q ആണ്. 25% ഓഫ് Q, അതായത് 25% എന്ന് പറയുമ്പോൾ 25/100 into Q ആണ്. അതായത് 25/100 1/4 ആണ്. അതായത് Q/4 നിങ്ങൾ അവിടുന്ന് എടുത്തു, Q/4 ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുത്തെന്ന്. മക്കളെ Qവിൽ നിന്ന് Q/4 എടുത്താൽ അത് 3Q/4 ആയിട്ട് മാറും അല്ലെ, അല്ലെങ്കിൽ 3/4Q ആയിട്ട് മാറും. Qവിൽ നിന്ന് 25% ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ 25% Q/4 ആണ്. അപ്പൊ Qവിൽ നിന്ന് Q/4 കുറയ്ക്കുക, അപ്പൊ 3Q/4 ആയി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ Q/4 ഇവന് കൊടുക്കണം. അപ്പൊ അത് മൈനസ് Qവിന്റെ കൂടെ Q/4 ആഡ് ചെയ്യുക. മൈനസ് Qവിന്റെ കൂടെ Q/4 ആഡ് ചെയ്താൽ -Q പ്ലസ് Q/4 -4Q plus Q -3Q/4 ആയിട്ട് മാറും. അത് -3Q/4 ആയിട്ട് മാറും. അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതായത് ഇവിടെ നേരത്തെ Q -Q ആയിരുന്നത് ഇവിടെ 3/4Q -3/4Q ആയിട്ട് മാറി, രണ്ട് ചാർജുകളായി. ഇപ്പൊ റൈറ്റ് നൗ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാം നമുക്ക്. അപ്പൊ രണ്ടാമത്തെ കേസിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഞാൻ F' എന്ന് അങ്ങ് വിളിക്കുവാണ്. 1/4πε0 കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എന്നോട്ടെ.
Q1 Q2, ഒരു Q പോസിറ്റീവ് ആണ്, അടുത്ത Q നെഗറ്റീവ് ആണ്, അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് കയറി വരും. മൈനസ് Q1 എന്ന് പറയുന്നത് 3Q/4 ആണ്, Q2ഉം 3Q/4 ആണ്, അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഒന്നുമില്ല, ഇവിടെ Q സ്ക്വയർ കിടക്കുന്നിടത്ത് 3Q/4ന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സെയിം ആണ്, അപ്പൊ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. സോ എനിക്ക് ഇവിടുന്ന് എഫ് ഡാഷ് ഈക്വൽ ടു എന്നാ എഴുതാം, മൈനസ് കെ ഇൻറ്റു, ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ 3ന്റെ സ്ക്വയർ 9, നമുക്ക് ക്യൂ സ്ക്വയർ ഇവിടെ എഴുതാം, ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു, ഈ നമ്പറിന്റെ സ്ക്വയർ സെപ്പറേറ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കാമല്ലോ, അപ്പൊ ഇത് 9/16 എന്ന് കിട്ടും. 9/16 എന്നിട്ട് ആ നമ്പറിന്റെ സ്ക്വയർ മാത്രം സെപ്പറേറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നിങ്ങളിവിടെ നോക്കിയേ, മൈനസ് കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്, മൈനസ് കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എഫ് ആണ്. അപ്പൊ എനിക്ക് എഫ് ഡാഷ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എഫ് ഡാഷ് ഈക്വൽ ടു 9/16 എഫ് എന്ന് കിട്ടും. 9/16 എഫ് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവണം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 4 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. JEE എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2 point charges placed at a distance r in air exert a force F. Okay, the distance at which they exert the same force placed in a certain medium. Okay, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആ 2 point charges, അപ്പൊ അത് 2 point ചാർജുകൾ നമുക്ക് QQ ഐഡന്റിക്കൽ ചാർജസ് ആണ്, QQ എന്ന് എടുക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അപ്പൊ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എത്രയാ, F is equal to 1/4πε0 Q1 Q2 Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, the distance at which they exert the same force when placed in a certain medium. അപ്പൊ ഇവർക്കിടയിലേക്ക് മീഡിയം കൊണ്ടുവരണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മീഡിയം ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അപ്പൊ ഞാൻ അതേ ചാർജ് എടുക്കുന്നു QQ, അപ്പൊ ഇവർക്കിടയിലേക്ക് ഇതേ ഇങ്ങനെ ഒരു മീഡിയം കൊണ്ടുവന്നു, അപ്പൊ ആ മീഡിയം കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും ഡിസ്റ്റൻസ് ഡിഫറന്റ് ആവും. കാര്യം നമുക്ക് സെയിം ഫോഴ്സ് കിട്ടണം, അപ്പൊ ഞാൻ R ഡാഷ് എന്നാണ് വിളിക്കുക, സെയിം ഫോഴ്സ് കിട്ടണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ? ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കണം കേട്ടോ, അതെല്ലാവരും തെറ്റിക്കും, ഞാനും ഇപ്പൊ എഴുതിയപ്പോ ശ്രദ്ധിക്കാതെ പോയതാണ്. ഈ കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലെ, ഈ കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് അല്ലെ, അത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. ഇവിടെ ക്യൂ സ്ക്വയർ ഉണ്ട്, ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ, സോറി 1/4πε0 കെ ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ല, ഇത് 1/4πε0 കെ ആണ്. അപ്പൊ അത് തെറ്റിപ്പോകരുത്, എല്ലാവരും അവിടെ തെറ്റിക്കും. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് F is equal to, അത് എഴുതി തന്നെ പോകാം, 1/4πε0 Q1 Q2 Q സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് തന്നെ എഴുതി വെക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ കൂടി ആഡ് ചെയ്തു, അപ്പൊ ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് R ഡാഷിന് മാറ്റം വരാം. സോ ഫോഴ്സ് F is equal to എന്ത് എഴുതാം, 1/4πε0. ε0 കൊണ്ട് കഴിഞ്ഞോ? ഇല്ല, ε0 ഇൻറ്റു ഒരു കെ കൊടുക്കണം. കാര്യം എന്താ മനസ്സിലായി, ഇത് കെ ഇങ്ങനെ എഴുതി, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മറ്റേ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ കെ ഇവിടെ കെ ഒക്കെ എഴുതി ചിലപ്പോൾ തെറ്റിച്ച് വെട്ടിച്ചൊക്കെ കളയാൻ ചിലത്. അതുകൊണ്ടാണ് 1/4πε0 ഒരു കെ കൂടെ കൊടുക്കണം, ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഡാഷ് സ്ക്വയർ അല്ലേ, ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഡാഷ് സ്ക്വയർ. ക്ലിയർ? 1/4πε0 ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വന്നു, ക്യൂ സ്ക്വയർ ബൈ R ഡാഷ് സ്ക്വയർ. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ടിന്റെ LHS ഞാൻ F എന്നാ വിളിച്ചത്, കാര്യം സെയിം ഫോഴ്സ് കിട്ടണമെന്നാ പറഞ്ഞത്. സോ നിങ്ങൾക്ക് RHS രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് RHS ഇക്വേറ്റ് ചെയ്യാം. സോ 1നെ 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ, നിങ്ങൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കുറെ വാല്യൂസ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്യൂ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ക്യൂ സ്ക്വയർ ഉണ്ട്, കട്ട് ചെയ്യാം. ഇവിടെ 1/4πε0 ഉണ്ട്, ഇവിടെ 1/4πε0 ഉണ്ട്, കട്ട് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഇനി ആരുണ്ട് LHS-ൽ 1/R സ്ക്വയർ മാത്രം, ഇവിടെ നിന്ന് 1/R സ്ക്വയർ മാത്രം LHS-ൽ, വിച്ച് ഈസ് ഈക്വൽ ടു RHS-ൽ ആരുണ്ട് 1/K ഇൻറ്റു R ഡാഷ് സ്ക്വയർ. സോ ഇവിടുന്ന് നമുക്ക് എന്താ ചോദിക്കുന്നത്, നമ്മളോട് ചോദിച്ചത് എക്സെപ്റ്റ് സെയിം ഫോഴ്സ് വെൻ പ്ലേസ്ഡ് ഇൻ സർട്ടൻ മീഡിയം. ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് എന്നാ ചോദിച്ചത്, അപ്പൊ R ഡാഷ് ആ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുന്ന് എനിക്ക് എന്ത് എഴുതാം, ഇവിടുന്ന് എനിക്ക് R ഡാഷ് സ്ക്വയർ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, R ഡാഷ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ R സ്ക്വയർ ഇവിടെ വരും അല്ലെ, R സ്ക്വയർ ഡിവൈഡഡ് ബൈ K എന്ന് വരും. ദെയർഫോർ R ഡാഷ് ഈക്വൽ ടു, റൂട്ട് എടുത്താൽ R സ്ക്വയറിന്റെ റൂട്ട് R ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് K. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ R-ന് പകരം, അതായത് R എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള ഡിസ്റ്റൻസ് ആയിരുന്നു,
ഇനിഷ്യലി ഉള്ള ഡിസ്റ്റൻസ് ആയിരുന്നു 6. ഈ 6ന് പകരം ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാമെന്നാ പറയുന്നത്? r'(√k) എഴുതാമെന്നാ പറയുന്നത്. മക്കളെ അതാണല്ലോ ആക്ച്വലി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, കണ്ടോ ഇവിടെ r'(√k) അതാണ് ഈ ഇക്വേഷനിൽ മീഡിയം വന്നപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതാണ് അതിന്റെ പ്രൂഫ്. അപ്പൊ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ r' എന്ന് പറഞ്ഞാൽ r/√k ആണ്. r/√k. ഓപ്ഷൻ 3 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് വളരെ കോൺസെപ്റ്റ് വൈസ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് ചെയ്ത് നോക്കാതെ തന്നെ വേണമെങ്കിൽ ഏകദേശം ഒരു കാര്യം പറയാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾ നോക്കുക, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 q1 q2 r². അതായത് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. ചാർജുകൾക്കിടയിലേക്ക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ചാർജുകൾക്കിടയിലേക്ക് മീഡിയം വന്നാൽ ഫോഴ്സ് കുറയുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചാർജുകൾക്കിടയിലേക്ക് മീഡിയം വന്നപ്പം ഫോഴ്സ് നാച്ചുറലി കുറയും. ഈ കേസിലോട്ട് പോകുന്ന കാര്യം പറയുന്നത്. ഇവിടെ മീഡിയം ഒന്നും ഇല്ല, വാക്വം. പകരം നമ്മളൊരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും ഫോഴ്സ് കുറയും. അപ്പൊ ഈ സെയിം ഫോഴ്സ് വേണ്ട ഡിസ്റ്റൻസ് അല്ലേ അവർ ചോദിച്ചത്, അല്ലേ? 2 point charges placed at a distance r in air exert a force F. The distance at which they exert the same force. സെയിം ഫോഴ്സ് കിട്ടാവുന്ന കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ നമ്മൾ മീഡിയം കൊണ്ട് വെച്ചപ്പം നാച്ചുറലി ഫോഴ്സ് കുറയും. അപ്പൊ എന്ത് ചെയ്യണം? മീഡിയം വെക്കുമ്പം ഫോഴ്സ് കുറഞ്ഞാൽ അതേ സെയിം ഫോഴ്സ് കിട്ടണമെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങ് കുറച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ അതാ ചെയ്തേക്കുന്നത്, r' അങ്ങ് കുറച്ചാ കൊടുത്ത്. ശരി, r' എന്ന് പറഞ്ഞാൽ നേരത്തേത് 6 ആയിരുന്നെങ്കിൽ 6-നേക്കാളും കുറച്ചുകൂടെ കുറവ്, അതുകൊണ്ടല്ലേ r/, വന്നത്. അപ്പൊ ആ ബൈ അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഈ ഓപ്ഷനുമായിട്ട് കണക്ഷൻ, ഈ ഇക്വേഷനുമായിട്ട് കണക്ഷൻ ഉള്ളവൻ അറിയാം k√k ആണ്, അല്ലേ? അപ്പൊ ആ √k വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ചെയ്യാതെ തന്നെ ആൻസർ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ലോജിക്കൽ വൈസ് ആൻസർ ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 point ചാർജസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഈസ് F. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 point ചാർജസ് അറ്റ് എ ഡിസ്റ്റൻസ് d ഈസ് F. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫോഴ്സ് എഴുതാം. F is equal to 1/4πε0 2 point charges. Okay, 2 point charges q²/r². ഇവിടെ ഡിസ്റ്റൻസ് d². ഇക്വേഷൻ നമ്പർ 1. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഡിസ്റ്റൻസ് apart should these be kept in the same medium so that force between them become F/2. എത്ര ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയാൽ F/2 ആയിട്ട് മാറും എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ചെയ്ത് നോക്കണ്ട, റേഷ്യോ വൈസ് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഡിസ്റ്റൻസ് അല്ലേ മാറുന്നുള്ളൂ. 1/4πε0 കോൺസ്റ്റന്റ് ആണ്. ചാർജും ഇവിടെ കോൺസ്റ്റന്റ്, ആരേ മാറുന്നുള്ളൂ? ഡിസ്റ്റൻസേ മാറുന്നുള്ളൂ. അപ്പം ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ ആണെന്ന് എനിക്കറിയാം. ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പൊ അടുത്ത കേസിൽ, രണ്ടാമത്തെ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഡിസ്റ്റൻസ് apart should the kept same medium so that force between them F/2. അപ്പൊ പുതിയ ഫോഴ്സ് ഞാൻ F' എന്ന് വിളിച്ചു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, എനിക്ക് അറിയത്തില്ല, ഡിസ്റ്റൻസ് d' ആണ്. അപ്പൊ d' സ്ക്വയർ എന്ന് എഴുതാം. രണ്ടാമത്തെ കേസിൽ ഇവിടെ F പ്രൊപ്പോർഷണൽ ടു 1/d² ആണ്. രണ്ടാമത്തെ കേസിലെ ഫോഴ്സ് F' ആയിട്ട് മാറുന്നു. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം 1/d'² എന്നാക്കാം. ഇപ്പൊ F' എത്ര ആവണമെന്നാ പറഞ്ഞത്? F/2 ആവണമെന്നാണ് പറഞ്ഞത്. അപ്പൊ F/2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d'². ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനോടെ ചുമ്മാ റേഷ്യോ എടുത്താൽ പോരെ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കാം, അല്ലെ? ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കാം. സോ രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്തേ. അപ്പൊ ഇക്വേഷൻ 1/2 ചെയ്താൽ പോരെ. ഇക്വേഷൻ 1/2 ചെയ്താൽ ഇക്വേഷൻ 1 F ആണ്, ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 F/2 ആണ്. F/2 ആണ്. അപ്പൊ 2 എടുത്ത് ഞാൻ മോളിൽ കൊടുത്തു. F/2 ആണ്. ബൈ ചെയ്ത് 2 എടുത്ത് മോളിൽ കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ റിവേഴ്സിന്റെ റേഷ്യോ ആണ്. അപ്പൊ ഇത് മോളിൽ വരും, അല്ലെ? d'² ഡിവൈഡഡ് ബൈ d² എന്ന് വരും. അപ്പൊ ഇവിടുന്ന് ഒരു എഫും കട്ടായി പോയി. സോ ഇവിടുന്ന് d'² അല്ലെ? d'² which is equal to d'² which is equal to, കറക്റ്റ് അല്ലേടാ, 2d² എന്ന് വരും. therefore നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d' ആണ്, which is equal to √2d എന്ന് വരും. ഞാൻ പറഞ്ഞതെന്നാണ് എഴുതിയത്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്, അല്ലേ? √2d എന്ന് വരും. √2d സെറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. നോക്കാം. കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെക്ടർ ഫോം വളരെ ഈസിയാണ്.
ഇവിടെ നോക്കുക, രണ്ട് ചാർജുകൾ Q1 Q2 അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R12. 1 ഉം 2 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് വെക്ടർ ഫോമിൽ R12 എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് Q1 ഇപ്പൊ ഇവിടെ ഐഡന്റിക്കൽ ചാർജ് ആണെന്ന് അസ്യൂം ചെയ്യും. Q1 Q2 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതേപോലെ Q2 Q1 റിപ്പൽ ചെയ്യും. അപ്പൊ 1 2 കൊടുക്കുന്ന ഫോഴ്സിനെ, അതായത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1, അതാണ് F21 എന്ന് എഴുതിയിരിക്കുന്നത് ഇൻ വെക്ടർ ഫോം. അപ്പൊ അതിന്റെ വെക്ടർ ഫോം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നോക്ക്, ഫോഴ്സ് ഓൺ ചാർജ് 2 ഡ്യൂ ടു 1 ആണ് F21. ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R². ഇനി നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ ഒരു R12 ക്യാപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ R12 ക്യാപ്പ് ഇപ്പൊ നമ്മൾ വെക്ടർ ഫോം എഴുതുമ്പം 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. അപ്പൊ 2i ക്യാപ്പ് എന്നുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവും? 2 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഐ ക്യാപ്പ് ആകുമ്പോൾ എലോങ് ദി എക്സ് ആക്സിസിലാണെന്ന് മനസ്സിലാകും. അതേപോലെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 1 നിന്ന് 2 1 ആണ് 2 കൊടുക്കുന്നത്. അപ്പൊ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 1 to 2 ആണ്. അപ്പൊ അതാണ് ഇവിടെ 1-2 ക്യാപ്പ് എന്ന് എഴുതിയിരിക്കും. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഇവിടെയും 1-2 എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി ഇവനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. R12 ക്യാപ്പ് അല്ലേ? R12 ക്യാപ്പിനെ വേണമെങ്കിൽ R12 ക്യാപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ R12 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ R12 എന്നൊക്കെ എഴുതി റീപ്ലേസ് ചെയ്തൊക്കെ ഇക്വേഷൻ എഴുതാം. പക്ഷെ ബേസിക്കലി ഈ ബേസിക് ഡയറക്ഷൻ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. വളരെ ഈസി ആയിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് സെന്റർ ഓഫ് എ ലൈൻ ജോയിനിങ് 2 ഈക്വൽ ചാർജസ് Q. അതായത് ഇവിടെ 2 Q ചാർജസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്, നമുക്ക് Q ആണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, Q ആണ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ എക്സാക്ട് സെന്ററിൽ നമ്മളൊരു സ്മോൾ Q ചാർജ് കൊണ്ടുവച്ചു. അപ്പൊ എക്സാക്ട് സെന്ററിൽ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് R/2 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ദ സിസ്റ്റം ഓഫ് 3 ചാർജസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് Q ഈസ് ഈക്വൽ ടു. ദ സിസ്റ്റം ഓഫ് ചാർജ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം, അങ്ങനെയാണെങ്കിൽ Q എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നാച്ചുറലി ഒരാൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് Q ചാർജും ഇത് Q ചാർജും ഐഡന്റിക്കലാണ്. അപ്പൊ ഇതിന്റെ എക്സാക്ട് സെന്ററിൽ കൊണ്ടുവെക്കുന്ന ഒരു ചാർജ് അത് ഏത് വാല്യൂ ആയാലും നിങ്ങൾ ആലോചിക്കേ, ഇവിടെ Q വെച്ചാലും ഇവിടെ Q' വെച്ചാലും ഇവിടെ 5Q വെച്ചാലും ഇവിടെ 10Q വെച്ചാലും ഇവർ രണ്ടുപേരും ഐഡന്റിക്കൽ ചാർജസ് ആണ്. അപ്പൊ ഇവനെ ഇപ്പൊ ഇതൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് നിങ്ങളോട് കൊണ്ടുവെക്കുന്നത് വിചാരിക്കും. ഇവനെ റിപ്പൽ ചെയ്യും. അത് ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. അപ്പൊ ഉറപ്പായിട്ട് ഈ സിസ്റ്റം ഈ ചാർജ് എന്തില്ല? ആ ഒരു Q എന്ന് പറഞ്ഞ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും എപ്പോഴും, എനി കണ്ടീഷൻ. ഈ Q ഏത് വാല്യൂ വന്നാലും ഈ Q എന്ന് പറഞ്ഞ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതുപോലെ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ 0 ആയിരിക്കും. അപ്പൊ നാച്ചുറലി ചിന്തിച്ചാൽ ഇവർക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇത് -Q/4 ഇത് Q/4 ഇത് -Q/2 എന്ന് കൊടുത്തിട്ട് ഇവിടെ ഓൾ ഓഫ് ദീസ് നോ അല്ലെ എനി ഓഫ് ചാർജസ് നോ ഒക്കെ കൊടുക്കാമായിരുന്നു ഓപ്ഷൻ. അങ്ങനെ കൊടുത്താൽ ചിലര് അതിലേക്ക് അങ്ങ് പെട്ടെന്ന് പോകും. നാച്ചുറലി അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം. എ ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് സെന്റർ ഓഫ് ലൈൻ ജോയിനിങ് ഓഫ് 2 ചാർജ് Q. ദ സിസ്റ്റം ഓഫ് 3 ചാർജ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഈ ഒരു ചാർജ് ഇക്വിലിബ്രിയത്തിലാവുന്ന കാര്യമോ അല്ലെങ്കിൽ ഇവിടെ ഈ Q എന്ന് പറഞ്ഞൊരു ചാർജ് മാത്രം ഇക്വിലിബ്രിയത്തിലാവുന്ന കണ്ടീഷനാണ് അവർ ചോദിച്ചത്. അല്ല, ഈ സിസ്റ്റം തന്നെ ഇക്വിലിബ്രിയത്തിലാവണം. നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പൊ ഇത് Q എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചു, ഇവനെ റിപ്പൽ ചെയ്യുന്നു, ഓക്കെ, ഇവൻ ഇവിടെ ഇക്വിലിബ്രിയത്തിലിരിക്കും. പക്ഷെ ഇവർക്ക് പരസ്പരം റിപ്പൽ ചെയ്ത് ദൂരേക്ക് പോകാൻ പറ്റും ഇവിടെ ഏതെങ്കിലുമൊക്കെ ചാർജ് കൊണ്ടുവച്ചാൽ. പക്ഷെ സിസ്റ്റം മൊത്തത്തിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പൊ എന്താണ് അതിന്റെ കണ്ടീഷൻ? അപ്പൊ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ആ സിസ്റ്റത്തിന്റെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ആ സിസ്റ്റത്തിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി, നമ്മൾ ഇതിൽ ഒരു ചാർജിനെ റഫറൻസ് ചാർജ് ആക്കി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ സം ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. അതായത് ആ ചാർജിലേക്ക് മറ്റ് 2 ആൾക്കാർ കൊടുക്കുന്ന ഫോഴ്സിന്റെ സം 0 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അപ്പൊ അടുത്തൊരു ചോദ്യം വരും, ഇതിൽ ആരെ നമ്മൾ റഫറൻസ് ചാർജ് ആക്കും? ചിലപ്പോൾ ചിലർ പെട്ടെന്ന് കയറി ഈ സ്മോൾ ക്യൂവിനെ അങ്ങ് റഫറൻസ് ചാർജ് ആക്കും. അന്നേരം വരുന്നൊരു പ്രശ്നമുണ്ട്. ഈ സ്മോൾ ക്യൂവിനെ റഫറൻസ് ചാർജ് ആക്കുമ്പം
ഇവരുടെ പെയറിനകത്തും സ്മോൾ ക്യൂ കയറി വരും, ഇവരുടെ പെയറിലും സ്മോൾ ക്യൂ കയറി വരും. ഈക്വൽ ടു 0 ഇട്ടിട്ട് ഒരു ടൈം അപ്പുറത്ത് പോകുമ്പോൾ ക്യൂ രണ്ടും വെട്ടിപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ ആണ്. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതിലെ ക്യാപിറ്റൽ ക്യൂ, നമുക്ക് ഇവനെ അങ്ങ് റെഫറൻസ് ചാർജ് ആക്കാം. ഇതാണ് നമ്മുടെ റെഫറൻസ് ചാർജ് എന്ന് വിചാരിക്കുക. ഇനിയും ഇവർ രണ്ടുപേരും കൊടുക്കുന്ന നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ മതി. അതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇവർ തമ്മിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള നെറ്റ് ഫോഴ്സ് എത്ര വരും? 1/4πε0. നമുക്ക് സിംപിളി കെ എന്ന് എഴുതിയാൽ മതി. കെ ഇൻറ്റു, അല്ലെ, ശ്രദ്ധിച്ചിരിക്കണേ, കെ ഇൻറ്റു 1/4πε0 Q1 Q2, ദാറ്റ് ഈസ് Q ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? r/2 ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ r²/4 വരും. ഈ 4 എടുത്ത് മോളിൽ കൊടുക്കാം. പ്ലസ് ഇനി ഇവനോടുള്ള ചാർജിന്റെ ഫോഴ്സ്, ഇവര് തമ്മിലുള്ള ഫോഴ്സ്. അപ്പൊ അത് 1/4πε0 ദാറ്റ് ഈസ് കെ ആണ്, ഇൻറ്റു Q², അല്ലെ, ഇൻറ്റു Q1 Q2 Q². മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? ആദ്യം ഇവര് തമ്മിലുള്ളത് 1/4πε0 Q/r². അത് r/2 ആയിരുന്നു. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് r/2 ആണ്. അതിന്റെ സ്ക്വയർ r²/4 4 എടുത്ത് മോളിൽ കൊടുത്തു. പ്ലസ് ഇവര് തമ്മിലുള്ളത് k ഇൻറ്റു Q1 Q2 ദാറ്റ് ഈസ് Q² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര? r ആണ്. ഡിസ്റ്റൻസ് എത്ര? r ആണ്. സോ r² വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയാൽ മതി. 1/4πε0 Q1 Q2 Q²/r². അത് 0 ആയാൽ മതി. സോ ഇവിടുന്ന് ഇവനെ അപ്പുറത്ത് കൊണ്ടുപോകാം. സോ എന്ത് വരും മക്കളെ? ഈ 4 ഇവിടോട്ട് എഴുതാം. 4k Q ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ r² വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് അപ്പുറത്ത് പോകുമ്പോൾ -k ഇൻറ്റു Q²/r² എന്ന് കിട്ടും. -k ഇൻറ്റു Q²/r² എന്ന് കിട്ടും. യെസ്. അപ്പൊ ഇവിടുന്ന് ആരെയൊക്കെ കട്ട് ചെയ്യാം? -k r² കട്ട് ചെയ്യാം. ഈ -k അല്ല, സോറി, k കട്ട് ചെയ്യാം. r² കട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു ക്യൂവും ഒരു ക്യൂടെ കട്ട് ചെയ്യാം. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് ഈ സ്മോൾ ക്യൂ ആണ്. സ്മോൾ ക്യൂ ഈക്വൽ ടു -q ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. -q ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു? വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ്. മകളെ, വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ കേട്ടിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞൊരു ടേം കേട്ടിട്ടുണ്ട്, അല്ലെ? അതായത് സിംപ്ലി ഇത്രേ ഉള്ളൂ. ഒരു ഒരു ചാർജ് കൊണ്ടുവെക്കുന്നു. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിന് ചുറ്റുമുള്ള ഒരു റീജിയൻ, ഒരു സ്പേസ്, അല്ലെ? അതേപോലെ ചാർജിന് ചുറ്റുമുള്ള ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റുമുള്ള ഒരു സ്പേസിനെ, ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ക്യൂ ചാർജ് ഉണ്ട്, അതിന് ചുറ്റിനും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ആ സ്റ്റാറ്റിക് ചാർജ് ഇരിക്കുന്ന ആ എക്സാക്ട് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കാര്യം ഇലക്ട്രിക് ഫീൽഡിന് r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ട്. ഡിസ്റ്റൻസ് അങ്ങോട്ട് നീങ്ങുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ. അപ്പം ആ ക്യൂ ചാർജിന് ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടേക്ക് നിങ്ങൾ വേറൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവെക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു ചാർജ്ഡ് പ്രോപ്പർട്ടി ഉള്ള ഒരു ചാർജിനെ നിങ്ങൾ കൊണ്ടുവച്ചാൽ ഇവൻ അതിനെ അട്രാക്റ്റോ റിപ്പല്ലോ ചെയ്യും. അപ്പൊ ആ റീജിയനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും. ഇലക്ട്രിക് ഫീൽഡ് കാണാനല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കും. അതൊക്കെ ഇമാജിനറി ലൈൻസ് ആണ്. ആ ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഒരു പോസിറ്റീവ് ചാർജ് എടുത്താൽ അതിൽ നിന്ന് ഔട്ട്വേർഡും റേഡിയലി ഔട്ട്വേർഡും, അതുപോലെ ഒരു നെഗറ്റീവ് ചാർജ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർഡും ആയിരിക്കും. അപ്പൊ ആ പോയിന്റുകളൊക്കെയാണ് കണ്ടോ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൻ അറൌണ്ട് എ ചാർജ്ഡ് ഒബ്ജക്ട് വേർ other charged object experience a force. വേറൊരാളെ കൊണ്ടുവച്ചാൽ അവനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ്, അല്ലെ, ദാറ്റ് എക്സ്റ്റെൻഡ് ഔട്ട്വേർഡ് ഫ്രം എ ചാർജ്ഡ് ഒബ്ജക്ട്. അപ്പൊ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിക്കുകയാണ്. അപ്പൊ ഈ ക്യൂ ചാർജിന് ചുറ്റിനും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ക്യൂ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചാർജിലെ ഈ റീജിയണിലേക്ക് നമ്മൾ ഒരു പുതിയ ചാർജിനെ കൊണ്ടുവച്ചു. അതാണ് പിയിൽ നിങ്ങൾ ഒരു ക്യൂ ചാർജിനെ കൊണ്ടുവച്ചു. ഉറപ്പായിട്ടും ഇതൊരു പോസിറ്റീവ് ക്യൂ ചാർജ് ആണ്. അതിലേക്ക് ഒരു ടെസ്റ്റ് ചാർജ് ആണ് നിങ്ങൾ ഈ കൊണ്ടുവെക്കുന്നത്. അപ്പൊ ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ അത് 1 കൂളംബ് ആവാം, അത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇവനെ എന്ത് ചെയ്യും? അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ ഉറപ്പായിട്ടും ഇവന്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇവനെ കൊണ്ടുവച്ചത്. അതായത് തീ ഉള്ളതിന്റെ അടുത്ത് പോയി നിന്നാൽ തീയുടെ ചൂടടിക്കും നമുക്ക്.
ഇപ്പം നല്ല തീയിട്ട സ്ഥലത്ത് നമ്മൾ പോയി നിന്നാൽ നമുക്ക് അതിന്റെ ചൂടടിക്കും നമ്മൾ പുറത്തോട്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കും എന്ന് പറയുന്ന കൂട്ട്. അപ്പൊ ആ ചൂടുള്ള ഒരു പർട്ടിക്കുലർ റീജിയൻ ഉണ്ടല്ലോ, അവിടെ വരെയാണ് നിൽക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്ന കൂട്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിടത്തോട്ട് നിങ്ങൾ ടെസ്റ്റ് ചാർജ് കൊണ്ട് ഇവൻ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും, ആ ചാർജിലേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. അപ്പൊ സിംപിളി ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെയാണ്, ഫോഴ്സ് ഓൺ എ യൂണിറ്റ് ചാർജ് എന്നും നമുക്ക് പറയാം. അതായത് സിംപിളി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to, ഇപ്പൊ ഇത് രണ്ട് ഡിഫറെന്റ് ചാർജുകൾ Q ആണെന്ന് വിചാരിക്കും. ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും? F is equal to a constant into Q into small q divided by distance r ആണെങ്കിൽ r² എന്ന് എഴുതും. ഇതാണ് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുന്നത്. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കൊണ്ടുവെക്കുന്ന ചാർജ് യൂണിറ്റ് ചാർജ്, അത് Q ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. എഫിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ Q അങ്ങ് പോകും അല്ലെ? എഫിനെ നിങ്ങൾ Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ Q അങ്ങ് പോയില്ലേ? അപ്പൊ ഇക്വേഷൻ എന്ത് വരും? E എന്ന് പറയുന്നത് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു KQ by r². അതായി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, KQ by r². അപ്പൊ ഈ Q പോകുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഈ കൊണ്ടുവെക്കുന്ന Q 1 ആയാൽ പോരെ. ഈ Q 1 ആയാൽ പോരെ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ KQ by r². അപ്പൊ ആ കൊണ്ടുവെക്കുന്ന ഒരു ടെസ്റ്റ് ചാർജ് ആണ്. സിംപ്ലി അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്? അതിന്റെ SI യൂണിറ്റ്, ഡയമെൻഷണൽ ഫോർമുല ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, പോയിന്റ് ചാർജ് കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കണ്ടോ, 1/4πε0 ഫോർ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടോ, ഇത് QQ എന്ന് എഴുതണം, പക്ഷെ Q ഇല്ല, അത് 1 ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ വെക്ടർ ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ റേഡിയലി എവേ ഫ്രം എ പോസിറ്റീവ് പോയിന്റ് ചാർജ് ആൻഡ് റേഡിയലി ടുവേർഡ്സ് എ നെഗറ്റീവ് ചാർജ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്. ഇത് ആക്ച്വലി ലൈൻ ബൈ ലൈൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല, ഇത് നിങ്ങൾ ഓൾറെഡി പലതവണ പഠിച്ചതാണ്. അപ്പൊ ഈ സ്ലൈഡിൽ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. നമുക്ക് ഈ സ്ലൈഡിന്റെ ഒക്കെ ലിങ്ക് നോക്കട്ടെ, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ആ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ JEE മെയിൻസ് എക്സാം എഴുതാൻ പോയവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 5 മോക്ക് സീരീസ് നടത്തിയായിരുന്നു. ആ 5 മോക്ക് സീരീസിന്റെയും ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ നോക്കിയാൽ ബയോയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഒരു ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്യും. കാര്യം ആ എക്സാം സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ അത് കണ്ടു പഠിച്ച് എക്സാം എഴുതേണ്ടവരാണ്. അപ്പൊ അത് റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ചാനലിന്റെ ലിങ്കിലൊക്കെ ആയിട്ടും ഒക്കെ ബയോയിലൊക്കെ ആയിട്ട് നമ്മൾ ഈ നോട്ടുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ചാനലിലും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിരിക്കാനാണ് ഈ ഏരിയസ് എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ വിഷ്വൽ റെപ്രസെന്റേഷൻ. ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ പോസിറ്റീവിന് പുറത്തേക്ക് നെഗറ്റീവിന് അകത്തേക്കുമാണ് വരയ്ക്കുന്നത്. കർവ്ഡ് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ ക്രൗഡഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെന്നും, കുറച്ച് വിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവാണെന്നും ഒക്കെയുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ അതിന്റെ ടാൻജന്റ് വരച്ചാൽ മതി എന്ന കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡയറക്ഷൻ പറയുന്നുണ്ട്, പോസിറ്റീവ് നെവയാണ്, നെഗറ്റീവ് ടുവേർഡ്സ് ആണ്. ദ ഫീൽഡ് സ്ട്രെങ്ത്, അത് ഇപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്. ഡെൻസിറ്റി, ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ദി സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഡെൻസിറ്റി മീൻസ് എത്ര എണ്ണം കൂടുതലാണെങ്കിൽ, വേർ ദ ലൈൻസ് ആർ ക്ലോസർ ടുഗെദർ ദ ഫീൽഡ് സ്ട്രോങ്ങർ എന്നൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്നാണ്, ടെർമിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. ടാൻജന്റ് വരച്ചാൽ ഫീൽഡ് കിട്ടും, ഇന്റർസെക്ട് ചെയ്യാറില്ല. കാര്യം എന്താ, ഇലക്ട്രിക് ഫീൽഡ് ലൈനൊക്കെ ഡയറക്ഷൻ ഉള്ളതാണ്. അപ്പൊ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ പോയിന്റിൽ 2 ഡയറക്ഷൻ കിട്ടും. അത് റോങ് ആണ്. അപ്പൊ ഒരിക്കലും അത് ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അതുപോലെ ഇവിടെ നോക്കിക്കേ. ഇപ്പം ദേ ആർ കണ്ടിന്യൂസ് കർവ് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇൻ
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ബട്ട് ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂഡ് അറ്റ് ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. കണ്ടോ, ഒരു കണ്ടക്ടർ വന്നു കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. പക്ഷെ ഒരു കണ്ടക്ടർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വന്ന് കയറി ഈ കണ്ടക്ടറിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ വന്ന് കയറുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനും ഇതിന്റെ സർഫസൂടെ എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. വളരെ ബേസിക് തിയറികളാണ്, അത്ര കാര്യമായിട്ടൊന്നും പറയാനില്ല. പോസിറ്റീവിന് പുറത്ത് നെഗറ്റീവിനകത്ത് രണ്ട് ഐഡന്റിക്കൽ ചാർജുകളാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഷേപ്പും അതുപോലെ നോൺ ഐഡന്റിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഷേപ്പിനും മാറ്റമുണ്ട്. കണ്ടോ, ഇത് ഇവിടുന്ന് ഇവർ പരസ്പരം അകത്തേക്കാണ് വരുന്നത്, പക്ഷെ അകത്തേക്കാണ് വരുന്നത്, ഇത് പുറത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഇത് കണ്ടോ, പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലോട്ട് എൻഡ് ചെയ്യുവാണ്. ഇത് നെഗറ്റീവിനകത്തേക്കാണ് വരുന്നത്, ഇത് പോസിറ്റീവിന് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇത് പാരലൽ ആണ് ഫീൽഡ് ലൈൻസ് എങ്കിൽ ദേ ആർ യൂണിഫോം. ഫീൽഡ് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവർ യൂണിഫോം ആണ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിലും പല പിക്ചേഴ്സിലായിട്ടൊക്കെ കാണുന്നതാണ്. ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. യെസ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഫസ്റ്റ് വൺ, ദേ എമർജ് ഫ്രം നെഗറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് പോസിറ്റീവ് ചാർജ്. തെറ്റാണ്. The electric field lines in that region is weak where the density of electric lines of force are more. തെറ്റാണ്. കൂടുമ്പം ഡെൻസിറ്റി കൂടിയാൽ അവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, വീക്ക് ആയിരിക്കില്ലല്ലോ. They are in radial direction for a point charge. They have a physical existence. Physical existence ഇല്ല. They are radial direction. നമ്മൾ പറഞ്ഞാണ് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും എന്നുള്ള ഓൾറെഡി പറഞ്ഞതാണ്. യെസ്. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. F = QE. കേൾക്കാത്ത ആരുമില്ല, നമ്മൾ ഇച്ചിരി മുമ്പേ പഠിച്ച കാര്യം. അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടോട്ട് എഴുതുന്നത്. നമ്മളിപ്പോ പഠിച്ച കാര്യം എന്തായിരുന്നു? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? K × Q²/R² എന്നായിരുന്നു പഠിച്ചത്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ചാർജ് എന്നായിരുന്നു പഠിച്ചത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് F പറയാമായിരുന്നു, QE ആണ് അല്ലെ. അതായത് ഒരു ക്യൂ ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F = QE. അപ്പൊ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഫോഴ്സ് ഓൺ എ ഇലക്ട്രിക് ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് F = QE. ഇനിയും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നതെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലോട്ട് അത് QE എക്സ്പീരിയൻസ് ചെയ്യും. ഇനി മറിച്ച് ഒരു നെഗറ്റീവ് ചാർജ് ആണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നതെങ്കിൽ എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, എന്താ? ആൻ ഇലക്ട്രോൺ ഫോൾസ് ഫ്രം റെസ്റ്റ് ത്രൂ എ vertical distance h in a uniform and vertically upward direction. ഇവിടെ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡിൽ ക്യൂ ചാർജ് മൂവ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെയാണ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു അല്ലെ, ഫ്രീ ഫോൾ ആയിട്ട് വീഴുന്നു. ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് നൗ റിവേഴ്സ്ഡ്. എന്നിട്ട് ഡയറക്ഷൻ മാറ്റി, കീപ്പിംഗ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആസ് സെയിം. എ പ്രോട്ടോൺ ഈസ് ഓൾവേസ് allowed to fall freely from the rest എന്നാ പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഈ കോൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നു. അവിടെ അത് തന്നെ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഒന്ന് മാറ്റി എന്നൊക്കെ പറയുന്നുള്ളൂ. ഒരു കേസിൽ അപ്വേർഡ് ആയിരുന്നു, അപ്പൊ ഇലക്ട്രോൺ ഇട്ടു. അത് കഴിഞ്ഞ് ഡൗൺവേർഡ് ആക്കി, ആ സമയത്ത് പോസിറ്റീവ് ചാർജ് ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്കാണ് പോസിറ്റീവ് ചാർജിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് QE. ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ QE എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യം ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് QE, അത് പ്ലസ് QE. ആക്ച്വലി ഇവൻ എക്സ്പീരിയൻസ് ഫോഴ്സ് QE, അത് -QE ആണ്. ആ മൈനസ് ആണെന്ന് കാണിക്കാനാണ് ഡയറക്ഷൻ തിരിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ തിരിച്ചതിന് ശേഷം വീണ്ടും മൈനസ് ഇട്ട് വെക്കരുത് അല്ലേ. ഒരു വെക്ടറിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ അർത്ഥം അതിന്റെ ഡയറക്ഷൻ തിരിഞ്ഞു. അപ്പൊ ഡയറക്ഷൻ നമ്മൾ തിരിച്ചു, ഡയറക്ഷൻ തിരിച്ചിട്ട് പിന്നെ ഒരു നെഗറ്റീവ് അവിടെ ഇട്ട് വെക്കരുത്. അത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോൺ ഫോൾസ് ഫ്രീലി ഫ്രം റെസ്റ്റ്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, നെഗറ്റീവ് ചാർജ് ആണ്. ആയിക്കോട്ടെ, പക്ഷെ ഫ്രീലി ഫ്രം റെസ്റ്റ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ? അപ്വേർഡ് ആണ്. യെസ്, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഉണ്ട്. ആയിക്കോട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല.
ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് h ഇൻ എ യൂണിഫോം ആൻഡ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇത് എന്നിട്ട് ഇവിടുന്ന് ഈ h ഹൈറ്റിലാണ് താഴോട്ട് ഫ്രീ ഫോൾ ആവുന്നത്. അപ്പൊ ഫ്രീ ഫോൾ ആകുമ്പോൾ നമുക്കറിയാം ഇവന്റെ വെയിറ്റ് താഴോട്ടുണ്ട് mg. ഓക്കെ, mg ഡൗൺവേർഡ് ഉണ്ട്. ഇത് കൂടാതെ ആരോടുണ്ട്, ഈ അപ്വേർഡ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളപ്പോൾ ഡൗൺവേർഡ് അപ്വേർഡ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ചാർജിന് ഇതുള്ളത്. അപ്പൊ ഡൗൺവേർഡ് ആരാക്ട് ചെയ്യും? QE ആക്ട് ചെയ്യും. QE എഴുതാവൂ, മൈനസ് ഇട്ട് വെക്കരുത്. ക്ലിയർ? ഇത് ഇഫക്റ്റീവ്ലി ഇവർ ഈ രണ്ട് നെറ്റ് ഫോഴ്സോടെ താഴോട്ട് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? ഈ കേസിൽ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് നെറ്റ് എന്ന് പറയുന്നത് mg പ്ലസ് QE ആണ്. ആണോ? mg പ്ലസ് QE ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഡൗൺവേർഡ് ഉള്ള ആക്സിലറേഷൻ എത്രയായിരിക്കും? നമുക്ക് ഫസ്റ്റ് കേസിൽ ഏതായതുകൊണ്ട് A1 എന്ന് വിളിക്കാം. ഫസ്റ്റ് കേസിൽ ആക്സിലറേഷൻ A1 എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ എന്നങ്ങ് വിളിക്കാം. ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഫസ്റ്റ് കേസിൽ നെഗറ്റീവ് ചാർജ് അല്ലേ എഴുതുന്നത്? അതെ, ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ. ആക്സിലറേഷൻ ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് ആരാ? mg പ്ലസ് QE ഡിവൈഡഡ് ബൈ മാസ് ആണ്. അത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ ആക്സിലറേഷൻ കിട്ടി. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. സെക്കൻഡ് കേസിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്, ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡൗൺവേർഡ് ആയി. ഇവന്റെ വെയിറ്റ് എന്തായാലും താഴോട്ടാണ്, ഫ്രീ ഫോൾ ആണ്. സോ mg ആക്ട് ചെയ്യും. കൂടാതെ എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് ആ ഡയറക്ഷനിലേക്കാണ് QE ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവന് കിട്ടിയ നെറ്റ് ഫോഴ്സ് mg പ്ലസ് QE ആയിരുന്നു. ഈ കേസിലും നെറ്റ് ഫോഴ്സ് mg പ്ലസ് QE തന്നെയാണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mg പ്ലസ് QE തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പ്രോട്ടോൺ എന്നാണ്. യെസ്, ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് mg പ്ലസ് QE ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. മാസ് ഓഫ് പ്രോട്ടോൺ ആണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ട് കേസിന്റെ സിറ്റുവേഷൻ ഞാൻ എഴുതി വെച്ചു. ഇനി ഇവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് h ആണ്, ഫ്രീ ഫോൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ s ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t സ്ക്വയർ. അവിടുന്ന് t കാണാൻ നമുക്കറിയാം t ഈസ് ഈക്വൽ ടു അല്ലെ, s ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t സ്ക്വയർ. അപ്പൊ അവിടുന്ന് u 0 ആണ്, ഫ്രീ ഫോൾ ആയതുകൊണ്ട്. സോ അവിടുന്ന് t കാണാൻ ഇവിടുന്ന് ടൈമിന്റെ ഇക്വേഷൻ എന്താ? t ഈസ് ഈക്വൽ ടു റൂട്ട് 2s. s എന്ന് പറഞ്ഞാൽ ഇവിടെ h ആണ്, ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ. 2h ബൈ ആക്സിലറേഷൻ ആണ്. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് എനിക്ക് ഒരു കാര്യം പറഞ്ഞുകൂടെ? ഇവിടെ ടൈം ആക്സിലറേഷനുമായിട്ട് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് mg പ്ലസ് QE ബൈ me ആണ്. ഇവിടെ ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ mg പ്ലസ് QE ബൈ mp ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ ഉള്ള മാസ് ആണ് മാറുന്നത്. ശരിയാ, മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും ഡിഫറെന്റ് ആണ്. നമുക്കറിയാം മാസ് ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, നമുക്കറിയാം അല്ലേ? അപ്പൊ ഇവിടെ ആർക്കാ? എടാ, മാസ് ഓഫ് പ്രോട്ടോൺ, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പ്രോട്ടോണിന്റെ ഇത് കൂടുതലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഓഫ് പ്രോട്ടോൺ കുറവായിരിക്കും. ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോണിനേക്കാൾ ഈ കേസിൽ. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാം, ടൈമും ആക്സിലറേഷനും ഇൻവേഴ്സാ. ആക്സിലറേഷൻ കൂടിയാൽ, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആക്സിലറേഷന്റെ വാല്യൂ കൂടിയാൽ ഈ ടൈമിന്റെ വാല്യൂ കുറയും. ആക്സിലറേഷൻ കൂടി അപ്പൊ ടൈം കുറയും. ഡിനോമിനേറ്ററിൽ കിടന്ന വാല്യൂ കൂടി അപ്പൊ ടൈം കുറയും. അപ്പം ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ? അപ്പൊ ഉറപ്പായിട്ട് ടൈം ഓഫ് ഇലക്ട്രോൺ കുറവായിരിക്കും. അതായത് ടൈം ഫോർ ഇലക്ട്രോൺ ലെസ് ദാൻ ടൈം ഫോർ പ്രോട്ടോൺ ആയിരിക്കും. മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ടൈം ഓഫ് ഫോൾ ഓഫ് ഇലക്ട്രോൺ ഇൻ കമ്പാരിസൺ വിത്ത് പ്രോട്ടോൺ ആണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ എന്താ? ഇലക്ട്രോണിന് കുറവാണ്. ദാറ്റ് ഈസ് സ്മോളർ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഇലക്ട്രിക് ഡൈപോൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റേജ് കൊടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ നമ്മൾ ഇതിന് ശേഷം പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പൊ ആ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ
കുറെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ഞാനത് പഠിപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ പഠിക്കും മാഗ്നറ്റിന്റെ പോൾ സ്ട്രെങ്ത്, അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ പഠിപ്പിക്കും. അപ്പൊ അത് ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്താ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത് ഇൻഡെപ്ത് ഇത്രയും പറയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 2 പോൾസുകൾ, അതാണല്ലോ ഡൈപോളുകൾ. അപ്പോൾ പോളുകൾ ഉണ്ടെന്നും അത് വെച്ചിട്ട് അതിന്റെ ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഇക്വിറ്റോറിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ പഠിക്കാനുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ആക്ച്വലി വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? സിമ്പിളി ഇത്രേ ഉള്ളൂ. 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ചാർജുകൾ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള 2 ചാർജുകൾ, പക്ഷെ എന്താ, ഓപ്പോസിറ്റ് സൈനുകളായിരിക്കും. അതായത് ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്. ഇവരൊരു സ്മോൾ സെപ്പറേഷനിൽ ഇരിക്കുന്നു. ആ സെപ്പറേഷനെയാണ് നമ്മൾ 2a എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്ന ആളെയാണ്, അല്ലെങ്കിൽ ആ കോമ്പിനേഷനെയാണ് നമ്മൾ സിംപ്ലി എന്തെന്ന് വിളിക്കുന്നത്, ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അല്ലെ? ഇനി അതൊരു സ്മോൾ ഡിസ്റ്റൻസിലായിരിക്കും അതിന്റെ സെപ്പറേഷൻ. ഇനി അതേപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ചാർജുകളിൽ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ അവര് തമ്മിലുള്ള സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. P is equal to Q into 2a. Q എന്ന് പറയുന്നത് ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിനെ അവർ തമ്മിലുള്ള സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും ഓർത്തു വെച്ചോളുക, മറന്നു പോകരുത്. ഓൾവേസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും നമ്മൾ എപ്പോഴും ആരുടെ ഡയറക്ഷൻ പ്ലോട്ട് ചെയ്യുന്നത്, ഡൈപോൾ മൊമെന്റിന്റെ. ബിക്കോസ് ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിന് മാഗ്നിറ്റ്യൂഡ് കൊണ്ട്, അതിന് ഡയറക്ഷൻ കൊണ്ട്, ആ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവിന് പോസിറ്റീവിലായിട്ടിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാം, നെറ്റ് ചാർജ് ഓഫ് എ ഡൈപോൾ ഓൾവേസ് 0. ശരിയാണ്. കാര്യം ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജും ആണുള്ളത്. അപ്പൊ അതിന്റെ നെറ്റ് ചാർജ് എപ്പോഴും 0 ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഡൈപോൾ കാരണം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമുക്കത് ജനറലി ചോദിക്കാറുള്ളത്, മെയിൻ ആയിട്ട് നിങ്ങൾ അതാണ് പഠിച്ചു വെക്കേണ്ടത്, ഇതിന്റെ ആക്സിയൽ ലൈനിലും അതേപോലെ ഇതിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലും. അപ്പൊ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെ വരും? ആ 2 ഡൈപോളുകൾ ചേർന്ന് വരയ്ക്കുന്ന ലൈൻ, അതാണ് അതിന്റെ ആക്സിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ 2 ഡൈപോളുകൾ തമ്മിലുള്ള ലെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡൈപോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിന് ബൈസെക്ടർ ആയിട്ട് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതേ കിട്ടുന്ന ഒരു പോയിന്റിനെയാണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് വിളിക്കുന്നത്. ആ ലൈനിനെയാണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് വിളിക്കുന്നത്. അതിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുമാണ് ജനറലി നമ്മളോട് ചോദിക്കാറ്. നമുക്കറിയാമല്ലോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമ്മൾ പഠിച്ചത്? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരു ക്യൂ ചാർജ്, ആ ചാർജിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളൊരു ആ ചാർജിന് എത്രയോ ഡിസ്റ്റൻസ് മാറി നിങ്ങളൊരു പോയിന്റ് ചാർജ് കൊണ്ടുവെക്കുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ്, അല്ലെ, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഡൈപോൾ തന്നിട്ട് നമ്മളോട് ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളോട് മേ ബി ആക്സിയൽ ലൈനിൽ ചോദിക്കാം, മേ ബി ഇക്വിറ്റോറിയൽ ലൈനിൽ ചോദിക്കാം. അപ്പൊ ഇതെന്ന് പറയുന്ന ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ചാർജ്, ഒരു യൂണിറ്റ് ചാർജ് കൊണ്ടുവെക്കുക, എന്നിട്ട് അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. അപ്പൊ ഈ കാണുന്ന ഒരു ഡൈപോൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അവർ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് 2a. അതിന്റെ എക്സാക്ട് സെന്റർ ആണ് O. എനിക്ക് P എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, അതായത് 1 കൂളംബ് ചാർജ് നമ്മൾ അവിടെ കൊണ്ടുവെക്കുക. അപ്പൊ ഇതൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണെന്ന് നമുക്കറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 1 കൂളംബിനെ ഈ പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? അട്രാക്ട് ചെയ്യണോ റിപ്പൽ ചെയ്യണോ? ഈ പോസിറ്റീവ് ചാർജിനെ ഇവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ടുവേർഡ്സ് ലെഫ്റ്റ് റിപ്പൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അവനെ അട്രാക്ട് ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പൊ ഈ 1 കൂളം ചാർജും
ഇവനോടുള്ള ഫോഴ്സ് എന്താണ്? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസിക്കൽ ടു ഫോഴ്സ് എഴുതണമെന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് എഴുതിയാലും മതി. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കെ ക്യൂ ബൈ ആർ എന്നാണ്. കെ ക്യൂ ബൈ ആർ എന്നാണ്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? കെ ഇൻറ്റു ക്യൂ അല്ലെ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. ഇപ്പം ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ക്ലിയർ അല്ലെ? ആ കാണുന്ന ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ആ ആർ എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാണുന്ന ഡിസ്റ്റൻസ് കാണാൻ ഈ കാണുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ആറ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഈ പിയിൽ നിന്ന് ഇവിടെ വരെ ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. അതിൽ നിന്നും ഇത്രയും കൂടെ കുറവാണ് ഈ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ക്യൂവും ഈ പോയിന്റ് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ? അപ്പൊ കെ ക്യൂ ബൈ ആർ അല്ല, റിയലി സോറി, കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ഞാൻ കെ ക്യൂ ബൈ ആർ എന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞതെന്ന് തോന്നുന്നു. കെ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ആരാ? പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് കാരണമുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് കാരണമുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ ഇൻറ്റു ക്യൂ ഇവനാണ്, മൈനസ് ചാർജ് ആണ്, സമ്മതിച്ചോ? അപ്പൊ കെ ഇൻറ്റു, ഞാനിപ്പോ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുവാണ്, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ടെസ്റ്റ് ചാർജും ഇവനോടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഓൾറെഡി ഇവിടെ വരെ ആർ ഉണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു എ കൂടെ വരുന്നു. സോ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. നിങ്ങൾ ഇത് എഴുതാനൊന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ബിക്കോസ് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്, അതെനിക്കറിയാം. നമുക്ക് ഫൈനൽ ഇക്വേഷൻ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് മക്കളുടെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഡിനോമിനേറ്റർ ആണോ ഇതിന്റെ ഡിനോമിനേറ്റർ ആണോ വലുത്? ആരാ വലുത്? ഇതിന്റെ ഡിനോമിനേറ്ററാ വലുത് അല്ലേ? ആണോ? ഇത് പ്ലസ് അല്ലേ, ഇത് മൈനസ് അല്ലേ? അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ കമ്പാരിറ്റീവ്ലി കുറവാ. അപ്പൊ ഡിനോമിനേറ്റർ കമ്പാരിറ്റീവ്ലി കുറവാകുമ്പോൾ ഈ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലും നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് കുറവുമായിരിക്കും. അതിലാർക്കും സംശയമില്ല. ക്ലിയർ ആണോ? ഇനി ഇവൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേയും ഇവൻ കാരണമുള്ളത് ടുവേർഡ്സും ആകും. കാര്യം എന്താ? ഇത് പോസിറ്റീവ് ടെസ്റ്റ് ചാർജാ. ഇവൻ അതിനെ റിപ്പല്ലാണ് ചെയ്യുന്നത്, ഇവൻ ഇതിനെ അട്രാക്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റിൽ കിട്ടുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇവരുടെ ഡിഫറൻസ് എടുത്താൽ പോരെ? ഏതിൽ നിന്ന് ഏതിനെ കുറയ്ക്കണം? പോസിറ്റീവ് ചാർജ് തരുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നെഗറ്റീവ് ചാർജ് തരുന്ന കുറയ്ക്കണം. കാര്യം എന്താ? പോസിറ്റീവ് ചാർജ് തരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് വലുത്, നെഗറ്റീവ് ചാർജ് തരുന്ന ചെറുതാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? ഈ പോസിറ്റീവ് വലുതാണ്, ഇത് നെഗറ്റീവ് ചെറുതാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നെറ്റ് കാണാൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി വിച്ച് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ ആണ്. വളരെ ഈസി ആയിട്ട് ഈ ലോജിക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതുപോലെ ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. യെസ്, ഇവിടെ നോക്ക്, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ക്ലിയർ? എനിക്ക് പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ട് തോന്നിയ, സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, പക്ഷെ നമ്മുടെ സ്ലൈഡ്സ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ കിറ്റി സാറാണ്. സ്ലൈഡ്സ് എല്ലാം ചെയ്യുന്നത് കിറ്റി സാറാണ്. കണ്ടന്റുകൾ ഞാനും സാറോട് ഇരുന്ന് ഇടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട്. സാറാണ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് സാറിന്റെ കൂടെ ഇരുന്ന് വെച്ച് ഞാനോട് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ കാരണം ക്ലാസ് എടുക്കുന്നത് മിക്കപ്പോഴും കൂടുതൽ ഞാനാണ് എടുക്കാറ്. അപ്പൊ അത് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സാർ ഇടയ്ക്ക് ആഗ്രഹങ്ങൾ പറയാറുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ ചാപ്റ്റർ എടുക്കാനുള്ള ആർത്തി മൂത്തൊരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ക്ലാസ് കയറി ഇടിച്ചു കയറി എടുക്കുന്നത്. മാത്രമല്ല സാർ ഇപ്പം സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലുമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം, ഇതിൽ നിങ്ങൾക്ക് വല്ലതും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയോ? എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലോ, എത്രയൊക്കെ ഐഡിയ ഉണ്ടോ. ഐഡിയ മീൻസ് അത് രസകരമായി കൺവേ ചെയ്തല്ലോ എന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, ഈ പോസിറ്റീവ് ചാർജിനെ ബ്ലൂ അല്ലയോ പോസിറ്റീവ് ചാർജ്, ബ്ലൂ ബോൾ റിപ്പൽ ചെയ്യുന്നു. അപ്പൊ ബ്ലൂ കളറിൽ റിപ്പല് ഫോഴ്സ് കണ്ടോ? റെഡ് കളറിലുള്ള ബോൾ അല്ല, മീൻ ചാർജ്, ഈ റെഡ് ചാർജ് ആണ് നെഗറ്റീവ്. അതെന്ത് ചെയ്യുവാണ്? ഇവനെ അട്രാക്റ്റീവ് ആണ്. അപ്പൊ ആ ഡയറക്ഷനിലോട്ട് റെഡിൽ ആരോ ഇട്ടു. ഇത് രണ്ടും ഓക്കെ. എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു, ഇത് രണ്ടും ഓക്കെയാണ്, ശരിയാ. ബ്ലൂ കളറിലുള്ള പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുന്ന കാണിക്കാൻ ബ്ലൂ ആരോ, റെഡ് കളറിലുള്ള അവൻ അട്രാക്ട് ചെയ്യുന്ന കാണിക്കാൻ റെഡ് ആരോ ഇട്ടു. അടിപൊളി. പക്ഷെ ബ്ലൂവിന്റെയും റെഡിന്റെയും കൂടെ റിസൾട്ടന്റ് ആണല്ലോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ബ്ലൂവിലും റെഡിലും കോമ്പിനേഷൻ ഇട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. സ്ലൈഡ് ചെയ്യുന്ന സത്യത്തിൽ ഇങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് ആലോചിച്ചായിരുന്നു, എനിക്കത് ഭയങ്കര ഇത് തോന്നി, കൊള്ളാം അത്രയും. കാരണം ഒന്ന് ആലോചിച്ച് ആ സ്ലൈഡ് ചെയ്യുന്നതില് അല്ലെങ്കിൽ ഈ കണ്ടന്റ്, ഞാൻ ക്ലാസ് എടുക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടന്റ് സാറ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇരിക്കും. അതായത് ഈ കണ്ടന്റ് ഒക്കെ ഇപ്പൊ ഞാൻ പണ്ട് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ എന്നോട് ഈ സ്ലൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. സ്ലൈഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയുള്ള ആളാണ്. ക്ലാസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്.
അപ്പൊ സാർ ഇത് ഇത്രയും മെനക്കെട്ടിരുന്ന വെച്ച് നമുക്ക് രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് കാണിക്കാൻ ബ്ലൂവും റെഡും കൂടെ ഒക്കെ ആഡ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, എത്രത്തോളം അതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങളും അത്രയും എഫേർട്ട് എടുക്കുക, ഇൻട്രസ്റ്റ് എടുക്കാൻ, എന്ന് വെച്ചാൽ കളർ അടിച്ചുകൊണ്ടിരിക്കാനല്ല, പക്ഷെ ഇൻട്രസ്റ്റ് ഒക്കെ എടുത്ത് പഠിച്ചാൽ എൻട്രൻസ് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ കണ്ടോ, ഇങ്ങനെയൊക്കെ ഐഡിയ പരമായിട്ടൊക്കെ ചെയ്യുന്നത് സാറിനെ നമുക്ക് ഒരു നിമിഷം ആലോചിക്കാം അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ബ്ലൂ കളറിലുണ്ട്. ബ്ലൂ കളറിൽ നിന്ന് ഇവിടെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? യെസ്, ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്താണ് ഈ വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാരണവശാൽ ഇത് ഡെറിവേഷൻ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, ഞാൻ പറയത്തുമില്ല. ഇനി ഡെറിവേഷൻ ആർക്കെങ്കിലും പഠിക്കണം, എന്നിട്ട് ഡെറിവേഷൻ മൊത്തം പഠിച്ചിട്ട് ഞാൻ എൻട്രൻസ് ക്രാക്ക് ചെയ്യത്തുള്ളൂ എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം മീൻസ് നിങ്ങൾ ഇനിയും വരാൻ പോകുന്ന അക്കാഡമിക് ഇയറിൽ, അടുത്ത അക്കാഡമിക് ഇയറിൽ നമ്മൾ ഇതിന്റെ ഫുൾ കോഴ്സ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാം. ഇതിപ്പോ നമ്മളൊരു വൺ ഷോട്ട് സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിലിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചാപ്റ്റർ തീരത്തില്ല, വളരെ കുറവ് സമയമുള്ളൂ. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? ഇതൊന്നും അറിഞ്ഞിരുന്നാൽ നല്ലത്, പക്ഷെ ഇതല്ല അറിയേണ്ടത്, ഇവനെയാണ് അറിയേണ്ടത്. ഈ ഒരു ഡൈപോൾ ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ, ഫോർ എ ഷോർട്ട് ഡൈപോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന വാല്യൂ 2p ഡിവൈഡഡ് ബൈ 4πε0 r³ ആണ്. ആക്ച്വലി 1/4πε0 എന്ന് പറഞ്ഞ k ആണ്. ഇപ്പൊ കെയുടെ ടേമിൽ ഓർത്തിരുന്നാൽ മതി, 2kp/r³. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആക്സിയൽ ലൈനിലെ, അത് ആക്സിയൽ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് ആക്സിയൽ ഓർ ഇക്വറ്റോറിയൽ ലൈൻ, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ? അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഈവൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ക്ലാസ് എടുക്കുമ്പോൾ പോലും നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചിൽ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് IITക്കും എയിംസിനും ക്ലാസ് എടുക്കുമ്പോൾ ഡെറിവേഷൻ ഒക്കെ പ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താ, റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് ബോർഡ് എക്സാം ഉള്ളവർ, അതുകൊണ്ട് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. റിപ്പീറ്റർ ബാച്ചിൽ പോലും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കാനേ പറയൂ. അപ്പൊ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഓൺ ദി ആക്സിയൽ ലൈൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 2kp/r³ ആണ്. ഓർത്തോണം, ആക്സിയൽ ലൈനിന് 2 ഉണ്ട്, ഇക്വറ്റോറിയൽ ലൈൻ എത്തുമ്പോഴത്തേക്ക് ആ 2 കാണത്തില്ല. അത്രേ ഉള്ളൂ ഡിഫറൻസ്. നേരെ ഇക്വറ്റോറിയൽ ലൈനിന്റെ ഇക്വേഷനിലേക്ക് പോവാം. കേട്ടോ? അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിൽ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അണ്ട് ഇവിടെയും സാർ അതേ ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ്, ഇത് ഇക്വറ്റോറിയൽ ലൈനാണ്, ഇവിടെയാണ് ടെസ്റ്റ് ചാർജ് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ടെസ്റ്റ് ചാർജ്, പോസിറ്റീവ് 1 കുളമ്പ് ചാർജ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഈ പോസിറ്റീവിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു. ഇതാണ് പോസിറ്റീവ് തരുന്നത്. ഈ പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഈ നെഗറ്റീവ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതാണ് ഈ നെഗറ്റീവ് വരുന്നത്. അപ്പൊ ഇവരുടെ റിസൾട്ടന്റ് കാണാൻ പാരലോഗ്രം ലോ യൂസ് ചെയ്യുക. പാരലോഗ്രം ലോ യൂസ് ചെയ്താൽ നമുക്കറിയാം, if two vectors are represented as the adjacent side of a parallelogram, resultant should pass through the diagonal. ആ റിസൾട്ടന്റ് ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. ആക്സിയൽ ലൈനിലെ ഇക്വറ്റോറിയൽ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഈ ജനറൽ ഇക്വേഷൻ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മൈനസ് ആണ്, ഇവിടെ റേസ് ടു സ്ക്വയർ ആണ്, ഇവിടെ റേസ് ടു ഒരു 3/2 വരുന്നുണ്ട്, ഇവിടെ പ്ലസ് ആവുന്നുണ്ട്. പക്ഷെ ഇത് പഠിച്ചില്ലേലും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ നേരത്തെ നമ്മൾ പറഞ്ഞു 1/4πε0 കണ്ടോ, ഇവിടെ p/r³, ഇവിടെ 2 വരുന്നില്ല, നേരത്തെ ഉള്ളിടത്ത് 2 വരുന്നുണ്ട്. ക്ലിയർ? ഒരു കാര്യം കൂടി നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ആ ലോജിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 2 വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു കേസ്. 2, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാ ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ, അതായത് ആക്സിയൽ ലൈനിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ, അറ്റ് ദ സെയിം ടൈം ഇക്വറ്റോറിയൽ ലൈനിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് ആണ്, ബിക്കോസ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലിയർ? അപ്പൊ ഒരാള് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ മറ്റേ ആൾ റൈറ്റിലോട്ട് ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ അവരുടെ റിലേഷനിൽ വരും. 1, 2 ആക്സിയൽ ലൈൻ അല്ലല്ലോ, ഇക്വറ്റോറിയൽ ലൈനിന്റെ, ഇത് ഇക്വറ്റോറിയൽ ലൈൻ അല്ലേ? അതെ, ഇക്വറ്റോറിയൽ ലൈനിന്റെ ഡബിൾ ആണ്, ഇൻറ്റു 2 വരുന്നുണ്ട്. ഇവിടെ 2 ഇല്ല, ആക്ച്വലി അവിടെ 2 വരുന്നുണ്ട്. അപ്പൊ ഡബിൾ ആണ്. അതായത് ഇവിടെ റിലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആക്സിയൽ ലൈനിന്റെ ഡബിൾ ആണ്, ഡബിൾ ആണ്. യെസ്, ആക്സിയൽ ലൈനിന്റെ ഡബിൾ അല്ല, ഇക്വറ്റോറിയൽ ലൈനിനെ ഡബിൾ എടുക്കണം, എന്നാലേ ആക്സിയൽ ലൈൻ കിട്ടത്തുള്ളൂ. എപ്പോഴും ഇത് പറഞ്ഞു വരുമ്പോൾ മാറിപ്പോകും കേട്ടോ. ഇത് ഓർത്തിരിക്കാൻ ഞാൻ പണ്ട് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പിള്ളേരോട് ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടി പറയും. ഒന്നുമില്ല, ഈ ആക്സിയൽ എന്നുള്ള വാക്കിന്റെ സ്പെല്ലിങ്ങും ഇക്വറ്റോറിയൽ എന്നുള്ള വാക്കിന്റെ സ്പെല്ലിങ്ങുകളും നോക്കിക്കഴിഞ്ഞാൽ ആക്സിയലിന് സ്പെല്ലിങ് കുറവല്ലേ, അപ്പൊ കുറവുള്ളവന്
നമ്പർ എഴുതിയപ്പോ കൂടുതലായി. ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ തമാശക്ക് പറയാം, ഞാൻ അതുകൊണ്ട് ഒരിക്കലും മറക്കാറില്ല അത്. ഇവിടെ അക്ഷരങ്ങൾ കുറവല്ലേ, ഇവിടെ അക്ഷരങ്ങൾ കൂടുതലാണ്, അങ്ങനെയൊക്കെ ഓർക്കാം. അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുമായിരിക്കും, എനിക്കിപ്പോ ഇത് അറിയത്തുള്ളൂ. അപ്പൊ ഇതൊന്നും പഠിച്ചു വെച്ചേക്കുക. ഇത് ഡബിൾ ആണ്, ഇത് ഡബിൾ അല്ല. അപ്പം ഈ ആക്സിൽ എന്ന് പറഞ്ഞാൽ -2 ടൈംസ് ഈ ഇക്വിറ്റോറിയൽ ആണ്. ക്ലിയർ? ഇത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി എന്ന വിശ്വാസത്തോടെ നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 point charges Q and plus Q placed at a distance L as shown in the figure. എന്ന് വെച്ചാൽ അതൊരു ഡൈപോൾ ആണ്. The magnitude of electric field intensity at a distance R much greater than L എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, charges minus plus Q at a distance L as shown in the figure. The magnitude of electric field intensity at a distance R much greater than L എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ L-ൽ നിന്നും ഒരുപാട് ദൂരെ മാറി ഇവിടെ എവിടോ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആരുമായിട്ടാണ് ഡിപ്പെൻഡൻസി എന്നാ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബൈ R³ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡിസ്റ്റൻസ് R ആണെന്ന് ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എടുത്തിരിക്കുന്ന ആക്സിയൽ ലൈനിലാണ്. അപ്പം ഈ ആക്സിയല് എന്താ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചത്? ആക്സിയൽ എന്താ പഠിച്ചത്? K ആക്സിയൽ ആകുമ്പോ 2 ഉണ്ട്, 2 KP ഡിവൈഡഡ് ബൈ ഇവിടെ ഡിസ്റ്റൻസ് R ആണ്, R³. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ് എന്ന കാര്യം ഓർക്കാം. R³ ആണെന്ന് ഓർക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? 3 identical dipoles are arranged as shown below. What will be the net electric field at point P എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് P-യിലെ ഇവിടെ 3 ഡൈപോളുകൾ റാൻഡം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക മക്കളെ. ഈ കാണുന്ന ഡൈപോളും ഈ കാണുന്ന ഡൈപോളിന്റെയും ഈ താഴെ ഇരിക്കുന്നതും മുകളിൽ ഇരിക്കുന്ന ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈൻ ആണ് ഈ കാണുന്ന പോയിന്റ് P. മറിച്ച് ഈ സെന്ററിൽ ഇരിക്കുന്ന ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലാണ് ആ P ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഡൈപോളുകളെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മക്കളെ. ഈ P-യില് നമുക്ക് ആ P-യിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു +1 കൂളംബ് ചാർജ് നമ്മൾ കൊണ്ടുവെക്കും അല്ലെ. ഇവിടെ ഒരു +1 കൂളംബ് ചാർജ് കൊണ്ടുവെക്കും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ പറ, ഈ നെഗറ്റീവ് ചാർജ് ഇവനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? അട്രാക്ട് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അത് വരയ്ക്കുന്നത്. എല്ലാവരും ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. യെസ്, ഞാനൊരു ആരോ ഒക്കെ ഒന്ന് എടുത്ത് നല്ലൊരു കളറൊക്കെ വേറൊരു കളർ എടുക്കാം. യെസ്, ഈ പോസിറ്റീവ് ചാർജിനെ, ഈ ടെസ്റ്റ് ചാർജിനെ ഇവൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് അട്രാക്ട് ചെയ്യും, അതിലാർക്കും ഡൗട്ട് ഇല്ല. അറ്റ് ദ സെയിം ടൈം ഇവൻ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് അങ്ങ് റിപ്പല്ലും ചെയ്യും. ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ക്ലിയർ? അപ്പൊ അവരുടെ റിസൾട്ടന്റ് ഇതുവഴി ആക്ട് ചെയ്യും. അവരുടെ റിസൾട്ടന്റ് ഉറപ്പായിട്ടും ഈ ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യും. അവരുടെ റിസൾട്ടന്റ് ഈ ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യും. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ താഴത്തെ ആളെയും കൂടെ എടുക്കുക. ഈ താഴത്തെ ആളെ എടുത്താൽ ഇത് നെഗറ്റീവ് അല്ലേ? ഈ നെഗറ്റീവ് ചാർജ് ഇവനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ആണോ? അപ്പൊ അവന്റെ നമുക്ക് അടുത്ത് വരയ്ക്കാം. ഈ നെഗറ്റീവ് ചാർജ് ഈ ടെസ്റ്റ് ചാർജിന്, ഇനി അടുത്ത ഈ ടെസ്റ്റ് ചാർജിന്റെ കാര്യം പറയാൻ മതി. ഈ ടെസ്റ്റ് ചാർജിന് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അങ്ങ് അട്രാക്ട് ചെയ്യും. ആണോ? അറ്റ് ദ സെയിം ടൈം ഈ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവര് കാരണം നോക്ക്, ഇവൻ ഇങ്ങോട്ടുമാണ്, അവൻ കാരണം ഒരു റിസൾട്ടന്റ് ഈ ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഡയറക്ഷനിലോട്ട് രണ്ടാമതൊരു റിസൾട്ടന്റ് കൂടി ആഡ് ഓൺ ആയി. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവനെ ഒന്നാമത്തെ ഡൈപോൾ ആയിട്ടും ഇവനെ താഴെ ഇരുന്ന് ഇവനെ രണ്ടാമത്തെ ഡൈപോൾ ആയിട്ടും വിളിക്കാം. അപ്പൊ ഒന്നാമത്തെ ഡൈപോൾ തന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ E1 എന്നും രണ്ടാമത്തെ ഇവൻ തന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ E2 എന്നും വിളിക്കാം. ആ E1 E2 ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ടുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E1 + E2 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇതിൽ നമുക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പം E1 + E2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? E1 E2 കൂടെ തരുന്നത്. E1 തരുന്നത് എത്രയാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പോയിന്റ് ഇവർക്ക് രണ്ടുപേർക്കും ആരാ? ആക്സിയൽ ആണോ ഇക്വിറ്റോറിയൽ ആണോ? ഇക്വിറ്റോറിയൽ ആണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇക്വിറ്റോറിയൽ ആണെങ്കിൽ KP ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താ? ഇവർ നമ്മൾ ഡിസ്റ്റൻസ് x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ KP ഡിവൈഡഡ് ബൈ x³ എന്ന് എഴുതാം.
ഇത് ഒരാൾ തരുന്നത്, അങ്ങനെ രണ്ടെണ്ണമില്ലേ, അപ്പൊ ഇത് 2 ടൈംസ് kp/x³ ആയിട്ട് മാറി. ഇവർ രണ്ടുപേരുടെ ഇഫക്റ്റീവ്ലി തന്നത് ഈ ഡൈപോളും ഈ ഡൈപോളൂടെ തരുന്നത് 2 kp/x³ ആയിട്ട് മാറി. ഇതിലാർക്കും ഡൗട്ട് ഇല്ല. ഇനി അടുത്ത നമുക്ക് ഈ ഡൈപോളിനെ കൺസിഡർ ചെയ്യാം. ഈ ഇരിക്കുന്ന പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുകയും, ആണോ, ശ്രദ്ധിച്ചിരിക്കണം, ഈ ഇരിക്കുന്ന പോസിറ്റീവ് ചാർജിനെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ഇവൻ തിരിച്ച് റിപ്പല് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇവനാണ് ഈ അട്രാക്ഷൻ കൊടുക്കുന്ന, ഇവനാണ് നിയർ ബൈ ഇരിക്കുന്നത്. സോ ഇവര് കാരണമുള്ള നെറ്റ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആയിരിക്കും. ഞാൻ അതിനെ E3 എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡൈപോൾ. അപ്പൊ അവർ തരുന്ന നെറ്റ് ഫീൽഡിനെ E3 എന്ന് വിളിച്ചു. പക്ഷെ ഇത് എവിടെയാ? എലോങ് ദി ആക്സിയൽ ലൈൻ ആണ്. ആക്സിയൽ ലൈനിലാകുമ്പോൾ E3, ആക്സിയൽ ലൈൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? അത് 2 kp/x³. ഡിസ്റ്റൻസ് x ആണ് അവർ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് സെൻട്രിൽ നിന്നുള്ള ഡിസ്റ്റൻസ് x ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് 2 kp/x³ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവര് രണ്ടുപേരൂടെ തരുന്നത് 2 kp/x³ ആണ്, അവൻ ഒറ്റയ്ക്ക് തരുന്നത് 2 kp/x³ ആണ്. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ നെറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് 0 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നെറ്റ് വാല്യൂവിന്റെ ഡയറക്ഷൻ പറയാനും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡൈപോൾ കിട്ടിയാൽ അതിന്റെ ആക്സിയൽ പോയിന്റ് എങ്ങനെ വരയ്ക്കണം, ഇക്വിറ്റോറിയൽ എങ്ങനെ വരയ്ക്കണം, ആക്സിയലിന്റെ ഡയറക്ഷൻ എങ്ങനെ എടുക്കാം, ഇക്വിറ്റോറിയലിന്റെ ഡയറക്ഷൻ എങ്ങനെ എടുക്കാം, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ് കാണാൻ ഒന്നുമില്ല, സിമ്പിൾ അല്ലേ. ഇത് +7q ആണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സമ്മ് -7q ആണ്. അപ്പൊ നിങ്ങൾ ഈ +7qനെ 2 ചാർജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ 2 ചാർജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഒരു ചാർജ് നമുക്ക് ഇവിടെയും വെക്കാം. ഇവിടെ തന്നെയാണ് അത് ഇരിക്കുന്നത്, ആ ഡിസ്റ്റൻസിനൊന്നും മാറ്റമില്ല. ഒരു ചാർജ് ഞാൻ ഇവിടോട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി വെക്കുവാണ്. ഞാൻ എന്നിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് ഈ കാണുന്ന ചാർജ് ഞാൻ +3q ആയിട്ട് മാറ്റുന്നു. ഈ കാണുന്ന ചാർജിനെ ഞാൻ +4q ആയിട്ട് മാറ്റുന്നു. ക്ലിയർ? ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? ഫൈൻഡ് ഔട്ട് ഡൈപോൾ മൊമെന്റ്. നെറ്റ് ഡൈപോൾ മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇതില്ല അല്ലെ? ഫൈൻഡ് ഔട്ട് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ നോക്കി, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങോട്ടാ? നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലോട്ടാ. അപ്പൊ ഈ -3qവും ഈ +3qവും കൂടെ ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇവര് തരുന്ന ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ക്ലിയർ? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഡൈപോൾ മൊമെന്റ് കാണാൻ ഒരാളുടെ ചാർജിനെ 3q, ഒരാളുടെ ചാർജ് 3q ആണ്. അതിനെ അവരുടെ തമ്മിലുള്ള ലെങ്ത് L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം ഈ -4qവും ഈ +4qവും കൂടെ കണ്ടോ, ഈ നമ്മളിപ്പോ ഈ കൺസിഡർ ചെയ്ത് ഈ +4qവും കൂടെ ഒരു ഡൈപോൾ മൊമെന്റ് ഡൗൺവേർഡ് തരുന്നു. കണ്ടോ, നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചാർജ് 4q ആണ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് എങ്ങനെ കിട്ടും? പാരലോഗ്രാം വെച്ചിട്ട് റിസൾട്ടന്റ് ഇങ്ങോട്ട് വരച്ചാൽ പോരെ. കണ്ടോ, റിസൾട്ടന്റ് വരച്ചാൽ മതി. നമ്മൾ ഈ ചില ചാപ്റ്റർ ഇപ്പം +1 നമ്മൾ പറയാറുണ്ട് +2 ചാപ്റ്ററിന് ഭയങ്കര വെയിറ്റേജ് ആണ്. ഇപ്പൊ ഞാൻ പോലും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് +2 പാർട്ട് 1 വെയിറ്റേജ് കൂടുതലാണ്. അത്രയും വെയിറ്റേജ് ഇല്ല +1 പാർട്ട് 1, അത് സത്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ റൈറ്റ് നൗ ഇവിടെ ഡൈപോളിനെ പറ്റി അപ്ലൈ ചെയ്തെങ്കിലും ഫൈനലി നമ്മൾ വെക്ടറിന്റെ നൊട്ടേഷനും വെക്ടറും റിസൾട്ടന്റും ഇത് മോഷന്റെ പ്ലെയിനിൽ പഠിച്ച സാധനം. അപ്പൊ അത് +1 കൂടെ അല്ലേ? അതെ. അപ്പൊ 2 ടെക്ഷനും +1 പാർട്ട് 1നും +2 പാർട്ട് 1നും നിങ്ങൾ ഹൈ വെയിറ്റേജ് കൊടുക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഡൈപോൾ മൊമെന്റ് P നെറ്റ് കണ്ടുപിടിക്കാം. P net equal to which is equal to root of ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എടുത്താൽ പോരെ. അപ്പൊ 4ql സ്ക്വയർ പ്ലസ് 3ql സ്ക്വയർ എടുത്താൽ മതി. പ്രത്യേകിച്ച് ഇത് സ്ക്വയർ എടുക്കാനില്ല. 4 ആണ് 16, ഇത് 9 ആണ് 25. അപ്പൊ എത്ര വരും? 5ql എന്ന് കിട്ടും. 5ql ഓപ്ഷൻ ഈസ് 4. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ലോജിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്.
ഒരു ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കാം, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കാം. നമുക്കറിയാം ഒരു മൈനസ് ക്യൂ ചാർജിനെ അത് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അത് പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ആണ്, എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്ക് പോസിറ്റീവ് ചാർജിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നെഗറ്റീവ് ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടോർക്ക് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ P ക്രോസ് E ആണ്. ഡൈപോൾ മൊമെന്റിനെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട്, കാരണം അവരെല്ലാവരും വെക്ടർ ക്വാണ്ടിറ്റികളാണ്, രണ്ട് വെക്ടറുകളെ ക്രോസ് ചെയ്താൽ മൂന്നാമത് കിട്ടുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് P വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇലക്ട്രിക് ഫീൽഡ് E വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇവരെ രണ്ടുപേരെയും കൂടെ ക്രോസ് ചെയ്താൽ മൂന്നാമത് ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന വെക്ടർ ആണ് ടോർക്ക്. അപ്പൊ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E അല്ലെങ്കിൽ ടോർക്ക് ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ. ടോർക്ക് ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ. ക്ലിയർ? അത് വ്യക്തമായിട്ട് മനസ്സിലായോ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക മക്കളെ. നിങ്ങൾ ഇതിനകത്തേക്ക് വലിയ ഫിസിക്സ് ഒന്നും ആലോചിക്കേണ്ട, ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഈ കാണുന്ന ആളിനെ, ഇപ്പൊ ഇതൊരു ഡൈപോൾ ആണ്, ഇവിടുന്ന് ഒരു ഫോഴ്സ് ഇവനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് ഈ സിസ്റ്റം മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങ് നീങ്ങിപ്പോയാനെ. പക്ഷെ ഇവൻ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഇവൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നാച്ചുറലി ഇതിന് ഇങ്ങനെ ഒരു കറങ്ങണം, ഉറപ്പായിട്ട് കറങ്ങണം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വെച്ച് മാത്സ് വെച്ച് തന്നെ പറയാൻ പറ്റും, ഇവിടെ P ക്രോസ് E അല്ലേ, പിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കുകയാണ്. ഇത് പിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതേപോലെ തന്നെ ഇയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ തീറ്റ ഇതാണ്. അപ്പൊ ഇതാണ് P അല്ലേ, ഇതാണ് E. രണ്ട് വെക്ടറുകൾ ക്രോസ് ചെയ്താൽ A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ AB സൈൻ തീറ്റ, A ക്രോസ് ബി എയും ബിയുടെ ക്രോസ് ചെയ്താൽ പുതിയ വെക്ടർ C ആ കിട്ടുന്നത്. അപ്പൊ ഇവിടെ P ക്രോസ് E ആണ്. P ക്രോസ് E കണ്ടോ, ടോർക്ക് ഇൻ ടു ദ പ്ലെയിൻ P ക്രോസ് E. അപ്പൊ ഇവിടെ ടോർക്ക് ഉണ്ടാവണം, ഇത് കറങ്ങിയേ പറ്റൂ. അപ്പൊ ആ ഇക്വേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? ഇനി നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ 0 എന്ന് എഴുതാനുള്ള കാരണം എന്താ? ഇവിടെ QE പോസിറ്റീവ് റൈറ്റിലോട്ടും ഇവിടെ QE മൈനസ് ലെഫ്റ്റിലോട്ടുമാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഡൈപോളിലെ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം, ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നമ്മളിപ്പോ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ. നേരത്തെ പഠിച്ച കോൺസെപ്റ്റിൽ എന്തായിരുന്നു? ഇവിടെ തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നെന്നാണ് എന്റെ വിശ്വാസം, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിളാണ്. ഇപ്പൊ റൈറ്റ് നൗ നമ്മൾ കണ്ട ഫിഗറിൽ ഈ ഡൈപോൾ നേരെ ഇങ്ങനെ വെച്ചു എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും പാരലലോ അല്ലെങ്കിൽ ആന്റി പാരലലോ ആവുന്ന സിറ്റുവേഷൻ. ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും പാരലൽ ആയി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആയി, PE സൈൻ തീറ്റ സൈൻ 0 അത് 0 ആയിട്ട് മാറും. ക്ലിയർ? അതേപോലെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് റൈറ്റും അല്ലെ, ടുവേർഡ്സ് റൈറ്റ് ആണ്, ഡൈപോൾ മൊമെന്റ് ലെഫ്റ്റിലേക്കാണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ 180 ആയിട്ട് മാറി. അപ്പൊ PE സൈൻ തീറ്റ 180 ആയിട്ട് മാറും. അഗെയിൻ അത് 0 ആയിട്ട് മാറി. ഇപ്പൊ രണ്ട് കേസിലും ടോർക്ക് 0 ആണ്. അതേപോലെ തന്നെ നെറ്റ് ഫോഴ്സ് നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റും പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും ആണ്. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നെഗറ്റീവിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സും 0 ആയി. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇവിടെ ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇവിടെ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. വൈ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? അത് അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്താൽ തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ഇത് പോയിട്ട് ഇത് തിരിച്ച് കറങ്ങിയിട്ട് തിരിച്ച് ഓസിലേറ്റ് ചെയ്ത് അതേ പൊസിഷനിലേക്ക് വരും. ഇത് അങ്ങനെ വരത്തില്ല, തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നില്ല എന്നതാണ് കാരണം. അതുകൊണ്ടാണ് ഒരാൾ സ്റ്റേബിളും മറ്റേ അൺസ്റ്റേബിളും ആകുന്നത്. ആ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്തതാണ് ഡൈപോളിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ തീറ്റ 180 ആവും. നോക്ക്, ഇലക്ട്രിക് ഫീൽഡും അതേപോലെ ഡൈപോൾ മോനോടെ 180 അല്ല, 90 ഡിഗ്രി ആവുന്നു അല്ലെ, 90 ഡിഗ്രി ആവുന്നു. 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 90 1 ആണ്. സോ അവിടെ ടോർക്ക് മാക്സിമം ആയിരിക്കും. നെറ്റ് ഫോഴ്സ് അഗെയിൻ 0. കാര്യം എന്താ? പോസിറ്റീവിന് റൈറ്റിലോട്ടും നെഗറ്റീവിന് ലെഫ്റ്റിലോട്ടും ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. An electric dipole is placed at an angle 30 degree with electric field, intensity 2 into 10⁵.
യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി വാല്യൂ തന്നിട്ടുണ്ട് 2 × 10⁵ ആണ്. അറ്റ് ദ സെയിം ടൈം ടോർക്ക് തന്നിട്ടുണ്ട് 4 ന്യൂട്ടൺ മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ് മക്കളെ. ടോർക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം നമുക്ക് P കണ്ടുപിടിക്കണം. P കാണാനുള്ള ഇക്വേഷൻ എന്താ? ചാർജിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ചാർജ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ്. Q നമുക്ക് അറിയില്ല. ഇൻറ്റു ലെങ്ത്. അവർ തമ്മിലുള്ള ലെങ്ത് എത്രയാണ്? ലെങ്ത് എത്രയാണ് മക്കളെ? ലെങ്ത് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ എന്ന് ലെങ്ത് തന്നിട്ടുണ്ട്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാം. 2/100 ആണ്. സോ 0.02 Q എന്ന് കിട്ടും. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ, പിയുടെ വാല്യൂ കിട്ടി. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് എത്ര തന്നിരിക്കുന്നത്? 4 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പൊ ടോർക്ക് 4 ആണ്. പിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ആക്ച്വലി 0.02 ഇടണ്ടായിരുന്നു. വാല്യൂ കട്ട് ചെയ്യാൻ എളുപ്പം ബൈ 100 തന്നെ ആയിരുന്നു. അപ്പോൾ 0.02 Q ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടല്ലോ. 2 × 10⁵. 2 × 10⁵. കണ്ടോ? 10⁵. ഇവിടെ ഇത് 2 പകരം 2/100 ആയിരുന്നെങ്കിൽ 0.02 എഴുതിയതിന് പകരമേ ഞാൻ അതാ പറഞ്ഞത് 2/100 എന്ന് തന്നെ ഇട്ടാൽ മതി. 2/100 കട്ട് ചെയ്യാൻ എളുപ്പമാവും. ഓക്കെ. ഇൻറ്റു തീറ്റ. തീറ്റ എത്ര? 30 ഡിഗ്രിയാണ് അല്ലെ? ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് സൈൻ 30 1/2 ആണ്. സോ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് ഒരു 2, ഇവിടുന്ന് ഒരു 2 കട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു 10⁵2 കട്ട് ചെയ്യാം. അപ്പൊ ഇത് 10⁵3 ആയിട്ട് മാറും. അപ്പൊ ഈ 100 കട്ട് ചെയ്ത് കളയാം. യെസ്. അപ്പൊ ഇനി നമുക്ക് എത്ര കിട്ടണം മക്കളെ? ഈ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. Q ഈസ് ഈക്വൽ ടു ഇവിടെ 10⁵3 ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവനെയും കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 കിട്ടും. അപ്പൊ 2 ലെഫ്റ്റ് സൈഡിലുണ്ട്. ഡിവൈഡഡ് ബൈ ഈ 10⁵3 താഴെ വരട്ടെ. അപ്പൊ അത് മോളിൽ പോകുമ്പോഴത്തേക്ക് 2 × 10⁻³ കുളമ്പ് അല്ലെങ്കിൽ 2 മില്ലി കുളമ്പ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ 3. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. വലിയ കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് വാല്യൂസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് നീറ്റ് എക്സാമിന് മിക്കപ്പോഴും ചോദിച്ച് കാണുന്നത്. സോ മര്യാദയ്ക്ക് പഠിക്കുക കേട്ടോ. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. യെസ്. അടുത്തത് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഒരു ഡൈപോൾ വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്നുമില്ല, ബേസിക് കൺസെപ്റ്റ് ആണ്. വർക്ക് കാണാൻ നമ്മൾ ടോർക്കിലൊക്കെ പഠിക്കുന്നുണ്ട്. വർക്ക് കാണാൻ ഇന്റഗ്രൽ ടോ ഡോട്ട് ഡി തീറ്റ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടോയ്ക്ക് എന്ത് കൊടുക്കാം? P × C അല്ലെങ്കിൽ PE സൈൻ തീറ്റ എന്ന് കൊടുക്കാം. PE സൈൻ തീറ്റ ഡി തീറ്റ. തീറ്റ ചേഞ്ചസ് ഫ്രം θ1 to θ2. ഇത് പഠിക്കാനൊന്നും വേണ്ട. ഐ മീൻ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നല്ലത്. പക്ഷെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് ഒരേ ഒരു കാര്യം പറയാനാണ്. നാച്ചുറലി എല്ലാവരും ചിന്തിക്കും സൈൻ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് കോസ് തീറ്റ കയറി വരും. ശരി, അപ്പൊ ഇക്വേഷന്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് വേണ്ട എന്നൊരു ചോദ്യം വരും. പക്ഷെ തീറ്റ കൊടുക്കുമ്പം ലിമിറ്റ് വരുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാ. അതായത് കോസ് തീറ്റക്ക് അല്ലെ, ഇവിടെ PEക്ക് മൈനസ് PE കോസ് തീറ്റ എന്നാണ് വരാൻ പോകുന്നത്. മൈനസ് PE കോസ് തീറ്റ എന്നാണ് വരുന്നത്. പക്ഷെ ലിമിറ്റ് കൊടുക്കുമ്പോൾ θ1 to θ2 അല്ലേ മക്കളെ? ലിമിറ്റ് കൊടുക്കുന്നത് θ1 to θ2 അല്ലേ? അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് വരും. എന്നിട്ട് ഈ മൈനസ് എടുത്ത് വീണ്ടും അകത്ത് കൊടുക്കുമ്പോഴാണ് θ2 മൈനസ് θ1 θ1 മൈനസ് θ2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ആ നെഗറ്റീവ് സിമ്പൽ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം വരരുത്. കാരണം നമ്മൾ കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് എഴുതിയതിന്റെ കാരണം മൈനസ് സ്പ്ലിറ്റ് ഇപ്പൊ ചെയ്തതിന് ശേഷമാണ്. മൈനസ് ഒക്കെ അകത്തോട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ θ1 ആരാ? ആദ്യത്തെ ആംഗിൾ. θ2 ആരാ? ഇങ്ങനെയായിരുന്നു ഇനിഷ്യലി ഡൈപോൾ ഇരുന്നത്. ഇനിഷ്യലി ഇവിടെ ആയിരുന്നു ഡൈപോൾ. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടാ. അപ്പൊ ആ ആംഗിളാണ് θ1. എന്നിട്ട് ഇത് കറങ്ങി പിന്നെ ഉണ്ടായ ആംഗിളാണ് θ2. അപ്പൊ ആ കോൺസെപ്റ്റ് മറന്നു പോകരുത്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിത് ഡീറ്റെയിൽഡ് പറയുന്നില്ല. θ1 ഇനിഷ്യലി 0-ൽ നിന്ന് 180 റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെ ഇരുന്ന ആളെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ ഉണ്ടാവുന്നത് 2PE ആണ്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലോട്ട് θ1നും θ2നും 0-യും 90 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കിട്ടുന്ന വാല്യൂ PE ആണ്. അതേപോലെ എന്താണ് ഇവിടെ 0-ൽ നിന്ന് 180, അത് സമറൈസ് ചെയ്തിരിക്കുകയാണ്. 2PE ആണ്. 0 to 90 to 180 അത് PE ആണ്. അത് വാല്യൂസ് ജസ്റ്റ് ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലോട്ട് കറസ്പോണ്ടിങ് ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് ആണ്.
സീറോയിൽ നിന്ന് തീറ്റയിലോട്ട് മാറിയാൽ, ക്വസ്റ്റ്യൻസ് അങ്ങനെയും ചോദിക്കാം, ജനറൽ കേസ് 0 ഡിഗ്രിയിൽ നിന്ന് തീറ്റ ആംഗിളിലോട്ട് മാറിയാൽ വർക്ക് ഡൺ PE ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇക്വേഷനിലേക്ക് നോക്കാം. ആൻ ഇലക്ട്രിക് ഡൈപോൾ, സോറി ഇക്വേഷൻ അല്ല, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇലക്ട്രിക് ഡൈപോൾ of dipole moment P aligned parallel to electric field, aligned parallel to electric field. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഡൈപോൾ മൊമെന്റ് അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ, ഡൈപോൾ മൊമെന്റ് പാരലൽ. അപ്പൊ ഇവിടെ ചാർജസ് ഉണ്ട്, ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. അതിന് പാരലൽ ആയിട്ടാണ് ഡൈപോൾ മൊമെന്റ് അലൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? എന്നിട്ട് എന്താ കാണാൻ ചോദിച്ചത്, എനർജി റിക്വയർഡ്. എനർജി റിക്വയർഡ് എന്ന് വെച്ചാൽ ചോദിച്ചത് വർക്ക് ഡൺ കാണാനാണ്. എനർജി റിക്വയർഡ് ടു റൊട്ടേറ്റ് 90 ഡിഗ്രി ബൈ 90 ഡിഗ്രി. അതായത് ഇനിഷ്യലി തീറ്റ 1 എത്രയാ, 0 ഡിഗ്രി ആണ്. ഫൈനലി നിങ്ങൾ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇവനെ ഇങ്ങനെ ആക്കി. അപ്പൊ അടുത്ത വർക്ക് ഡൺ ഓൾറെഡി ഞാൻ അത് വാല്യൂ തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ഈക്വൽ ടു PE into cos theta 1 minus cos theta 2, so which is equal to PE into cos 0 minus cos 90. എത്ര കിട്ടും, PE പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് ഓൾറെഡി ഡയറക്റ്റ് നമ്മൾ തന്നതാണ്. PE അതായത് 0യിൽ നിന്ന് 90 ഡിഗ്രിയിലോട്ടല്ലേ പോയത്, 0യിൽ നിന്ന് 90 ഡിഗ്രി. PE ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ആ വാല്യൂ അറിയാവുന്ന ആൾക്ക് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത എന്താ, ഡൈപോൾ ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. കണ്ട, നോൺ യൂണിഫോം ആണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും, ഇത് പാരലൽ അല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാം മക്കളെ. നോൺ യൂണിഫോം ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ വലിയ കാര്യമൊന്നും പഠിക്കാനില്ല. ഇവിടെ നോൺ യൂണിഫോം ആണെങ്കിൽ ഉറപ്പായിട്ടും ടോർക്ക് എക്സ്പീരിയൻസ്, എന്തായാലും ടോർക്ക് എക്സ്പീരിയൻസ്. കാര്യം ഈ ഫോഴ്സ് കാരണവും ഒക്കെ ടോർക്ക് ഉണ്ട്. ടോർക്ക് കൂടാതെ ആരോടും ഉണ്ട്, അവിടെ നെറ്റ് ഫോഴ്സ് കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്ക് ട്രാൻസ്ലേഷനും അതേപോലെ തന്നെ റൊട്ടേഷനും എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലെ. അതേപോലെ ടോർക്ക് ഓൾസോ എക്സിസ്റ്റ്. ഡൈപോൾ ഹാസ് ബോത്ത് റൊട്ടേറ്ററി ആൻഡ് ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. സെയിം അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ഇറ്റ് എക്സ്പീരിയൻസസ് both a force and a torque which may be non-zero. മക്കളെ, അപ്പൊ ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാർട്ട് 1 ടോർക്ക് കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1ന്റെ പാർട്ട് 2 ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനൊരു ക്ലാസ്, ഒരു പാർട്ട് 1 ഒരു 1.5 മണിക്കൂറിനകത്ത്, മാക്സിമം 2 മണിക്കൂർ, അതിനകത്ത് ചുരുക്കിയെടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. എനിക്കറിയില്ല എത്ര സമയം 2 മണിക്കൂർ എക്സീഡ് ചെയ്തോ എന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടാണ് ഇത് ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത്. മുഴുവൻ ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് കാണുക, നന്നായിട്ട് കോൺസെപ്റ്റ് ഒക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു നീറ്റിന് ഒരു കുട്ടി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അവർ കണ്ടിരിക്കേണ്ട മുഴുവൻ കോൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു ക്രാഷ്, ഇതിനെ ക്രാഷ് ഒന്നും അല്ല, ക്രാഷിനും മുകളിൽ തരാൻ പറ്റുന്ന രീതിയിൽ ഒരു ചാപ്റ്ററിനെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. സോ അടിപൊളിയായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ക്ലാസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആയിക്കോട്ടെ, നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സ്വീകരിക്കുന്നതാണ്, ഒരു പ്രശ്നവും. കമന്റുകളാണ് നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് കാണുന്നത്. അപ്പൊ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ വരുത്താൻ പറ്റും. സോ അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. പിന്നെ ഒരേ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദിസ് ഈസ് എ റിക്വസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ ക്ലാസ് കാണുന്ന എന്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടിയല്ല, ഓരോ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പോസ്റ്റ് നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നല്. ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം ചില ഇക്വേഷൻസ്, ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നല്ല കൺസെപ്റ്റ് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. രണ്ടാമത്തെ റിക്വസ്റ്റ്, ഇതൊന്നുമല്ല,
ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ രണ്ടാമത്തെ റിക്വസ്റ്റ് പേഴ്സണലി ഞാൻ നമ്മളുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആണ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ എൻട്രൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ കണ്ടന്റ് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഞാൻ ഇപ്പൊ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, എത്ര കുട്ടികൾ ഈ ക്ലാസ് കാണുമായിരിക്കും അറിയില്ല. നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട്, ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവുക എന്നത് വ്യൂസിലൂടെയും കമന്റ്സിലൂടെയും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് റാങ്കിലൂടെ അറിയാൻ പറ്റട്ടെ. അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ടോപ്പിക്കായിട്ട് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.